ഫകുല്ലു മാ കാന വസീലത്തുൽ ശിർക്കി ഫഹുവ ശിർക്കുൻ ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇന്ന ശിർക ലാ യഗ്ഫിറുല്ലാഹു വലൗ അസ്അർ. അതായത് ഫകുല്ലു മാ കാന വസീലത്തുൽ ശിർക്കി ഫഹുവ ശിർക്കുൻ, ശിർക്കിലെ എല്ലാ വസീലകളും അത് ശിർക്ക് തന്നെയാണ്. എന്നിട്ട് ഇബ്നു തൈമിയെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു ഇന്ന ശിർക ലാ യഗ്ഫിറുല്ലാഹു വലൗ അസ്അർ. സൂറത്ത് നിസായിലെ 116-ാമത്തെ ആയത്ത് ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി എന്ന് പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വസീലത്ത് ശിർക്കിനെ നമുക്ക് ശിർക്കായി കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ സിനയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഈ കണ്ണുകൊണ്ട് സിനയുണ്ട്, കൈകൊണ്ട് സിനയുണ്ട്, കാതുകൊണ്ട് സിനയുണ്ട്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ശരിയായ ബയ്യനായ ഒരു സിന അല്ലല്ലോ, നേരെ മറിച്ച് അത് സിനയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് റസൂൽ സിന എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ ഷിർക്കിലേക്ക് എത്തിക്കുന്ന ഈ ഒരു വസീലയെ നമുക്ക് ഷിർക്ക് എന്ന് പറയുന്നതിന് തെറ്റുണ്ടോ? അതായത് പണ്ഡിത ലോകത്ത് ധാരാളം ചർച്ചയുള്ള ഒരു ഭാഗമാണത്. അതിൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞ പൊതുവായ നയം ഷിർക്കിലേക്ക് എത്തിക്കുന്നതെല്ലാം ഹറാമ് എന്നതാണ്. ചോദ്യം, വസീയത്തു ഷിർക്ക് എല്ലാം ഷിർക്കാണ് എന്ന് ഷെയ്ഖ് ഉസൈമീൻ അൽ ഖൗലുൽ മുഫീദ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ചോദ്യം. അതുകൊണ്ട് വസീയത്തു ഷിർക്ക് എല്ലാം ഷിർക്കാണെന്ന് പറയാൻ പറ്റുമോ എന്നാണ്. യഥാർത്ഥത്തിൽ അതാ ഞാൻ മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരും ഷിർക്കിലേക്കുള്ള വഴികളെല്ലാം ഹറാമാണ് എന്നിടത്താണ് എല്ലാ കാലത്തും ഉള്ളത്. അതേസമയം ഷിർക്കിനെ വ്യത്യസ്ത കാറ്റഗറിയായി തിരിച്ചവരുണ്ട്. ഷിർക്കുൻ അക്ബറും ഷിർക്കുൻ അസ്ഗറുമായി. ഇപ്പൊ റിയാഇനെ പറ്റി ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ചെറിയ ഷിർക്ക് ഞാൻ നിങ്ങളെ മേലെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഏതാണ് വെച്ചപ്പോൾ റിയാ ലോകമാന്യമാണ് എന്ന് ഹദീസിൽ വന്നു. ആ ലോകമാന്യത്തെ പറ്റി ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ സാങ്കേതികമായി ഉപയോഗിക്കുന്ന ഈ ഷിർക്ക് എന്ന അർത്ഥത്തിലല്ല. എന്ന പോലെ ഷിർക്കുൻ അസ്ഗർ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ച പണ്ഡിതന്മാരുണ്ട്. ഈ ഭാഗത്ത് എന്താണ് എന്ന് ഞാൻ നോക്കിയിട്ടില്ല. അതില് ഷിർക്കുൻ അസ്ഗർ ആണെങ്കിലും അല്ലാഹ് പൊറുക്കില്ല എന്നൊരു പ്രയോഗം നിങ്ങൾ വായിച്ചപ്പോൾ അതിൽ കേട്ടു. അതില് ലജ്നയുടെ ഫത്വയും അതേപോലെ പിന്നെ മറ്റു പണ്ഡിത സഭകളെല്ലാം നൽകിയ ഫത്വകളും അതുപോലെ പറഞ്ഞവരും ഒക്കെ പറഞ്ഞെന്താണ്, ഇത് ഹറാം എന്നതാണ്. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഒരു വാചകത്തിൽ ഈ പറഞ്ഞ ഒരു ധ്വനി വരുന്നുണ്ട്. അതൊരു പക്ഷേ ഈ അർത്ഥത്തിലായിരിക്കാം. ഇപ്പൊ സിനയെ കുറിച്ച് പറഞ്ഞപ്പോ നബി ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞ ആ ഭാഗത്ത് തന്നെ തിരിച്ചു മനസ്സിലാക്കുക. വ്യഭിചാരത്തെ പറ്റി പറഞ്ഞപ്പോ നബി എന്ത് പറഞ്ഞു? കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട്, കണ്ണുകളെ വ്യഭിചാരം നോട്ടമാകുന്നു എന്ന് പറഞ്ഞു. കാതുകൾ വ്യഭിചരിക്കുന്നുണ്ട്, കാതിന്റെ വ്യഭിചാരം കേൾവിയാകുന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അതൊക്കെ വ്യഭിചാരം എന്ന പദം പ്രയോഗിച്ചെങ്കിലും അത് യഥാർത്ഥത്തിൽ എന്തല്ല, വ്യഭിചാരമല്ല. വ്യഭിചാരത്തിൽ ഒരു ചെറിയൊരു അംശം അതിൽ വരുന്നു എന്ന അർത്ഥത്തിലാണല്ലോ അവിടെ പറഞ്ഞത്. വ്യഭിചാരത്തിലേക്കുള്ള തുടക്കം. പിന്നീട് നീ അവസാനം അവസാനം ഖൽബ് ആഗ്രഹിക്കുന്നു, ഫർജ് ഗുഹ്യസ്ഥാനം അതിനെ ശരിവെക്കുന്നു അല്ലെങ്കിൽ തള്ളിക്കളയുന്നു. അവിടെയാണ് സാക്ഷാൽ വ്യഭിചാരം സംഭവിക്കുന്നത്. അപ്പൊ ആ ഒരു തലത്തിലായിരിക്കാം അത് ഉണ്ടെങ്കിൽ തന്നെ അവര് പറഞ്ഞിട്ടുണ്ടാവുക. മഹാഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇതുമായി പരിചയപ്പെടുത്തിയപ്പോൾ ഈ ഷിർക്കിലേക്കുള്ള വസീല, ഷിർക്കിലേക്കുള്ള വഴി അത് പറഞ്ഞെടുത്ത് അവരൊക്കെ പ്രയോഗിച്ചത് അത് എന്താണ്, ഹറാമാണ് എന്നതാണ്. ഉദാഹരണമായി ഒന്നെണ്ണം ഞാൻ പറയാം. സൗദിയിലെ ഒരു ഫത്വ, ലാ യജൂസു ഇസ്തിഖ്ദാമുൽ ജിന്നയി ബിഅയ്യി നൗഇൻ മിനൽ ഇസ്തിഖ്ദാമി, ജിന്നുമായി ബന്ധപ്പെട്ട ഒരു ഇസ്തിഖ്ദാമും അവരുമായുള്ള ഒരു ഉപയോഗപ്പെടുത്തലും ജായിസ് അല്ല. അത് ജിന്ന ശൈത്താനുള്ള ഇസ്തിആനത്തിലേക്ക് വരും. അത് ഹറാമാണ്. ഷിർക്കിലേക്കുള്ള വസീലകളിൽപ്പെട്ട ഒരു വസീലയുമാണ്. അതാണ് പൊതുവെ പണ്ഡിത ലോകത്തൊക്കെ സ്വീകരിച്ച നയം. എന്നാൽ ചില പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ഇത്തരം ശൈലി കാണുന്നുണ്ട്. അത് ഈ പറഞ്ഞ റിയാഇനെ കുറിച്ച് പ്രയോഗിച്ചത് പോലെയുള്ള ഒരു ഷിർക്കുൻ അസ്ഗർ എന്ന പ്രയോഗത്തിലായിരിക്കാം അവർ പ്രയോഗിച്ചിട്ടുണ്ടാവുക. അല്ലാഹു അഅലം. അപ്പോൾ നമുക്കൊരു സാധാരണക്കാരൻ എന്ന നിലക്ക് ഒരു സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് പിന്നെ ഈ ഒരു വസീലത്ത് ശിർക്ക് നമുക്ക് ശിർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നതിന് തെറ്റുണ്ടോ? ഇപ്പം നേരത്തെ റിയാഹിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതുപോലെ ഒരു സിമ്പിൾ ഫോം ഓഫ് ശിർക്കായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുന്നതിന് തെറ്റുണ്ടോ? ഇവിടെ നമ്മളെ ഇടയിലുള്ള ചർച്ചയിൽ യഥാർത്ഥത്തിൽ അതല്ലല്ലോ അഭിപ്രായ വ്യത്യാസമുള്ള ഭാഗം. ഇവിടെ ഞാനല്ല പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ള ചർച്ചയിൽ നടക്കുന്നത് ഇതല്ല. മറിച്ച് ജിന്നോട് എന്ത് ചോദിച്ചാലും അതെല്ലാം ഷിർക്ക് തന്നെ എന്നതാണ് ഇവിടെ ഒരു ഭാഗം വാദിക്കുന്നത്. അല്ല, അതിൽ ഷിർക്ക് വരുന്നതുണ്ട്, ഷിർക്കല്ലാത്തതുണ്ട് എന്നതാണ് ഇവിടെയുള്ള രണ്ട് വീക്ഷണ വ്യത്യാസങ്ങൾ. അല്ല, വസിയത്തു ഷിർക്ക് ഷിർക്ക് എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ എന്നതല്ല തർക്കം. നേരെ മറിച്ച് ജിന്നിനോടുള്ള എന്ത് ചോദ്യവും ഏത് ചോദ്യവും അതെല്ലാം ഷിർക്കാണെന്ന് പറയണം എന്നൊരു കൂട്ടർ.
അങ്ങനെ പറഞ്ഞുകൂടാ. അതിന് ശിർക്കാകുന്നത് ശിർക്ക് എന്ന് പറയാം, ശിർക്കാകാത്തതിന് വസിയത്തു ശിർക്ക് എന്ന് പറയാം എന്നേ ഇവിടെ വ്യത്യാസമുള്ള ഭാഗമുള്ളൂ. ഇനി വസിയത്തു ശിർക്കിന് ഏതെങ്കിലും അർത്ഥം പരിഗണിച്ചുകൊണ്ട് ശിർക്ക് എന്ന് പറയാൻ പറ്റോ ഇല്ലേ, ആ ചർച്ച വരികയാണെങ്കിൽ സ്വാഭാവികം ചെയ്യാം, നമുക്ക് ഇതൊക്കെ അതിൽ പരിഗണിക്കപ്പെടാം. ഈ വിഷയത്തിൽ ഇപ്പൊ അവസാനമായി നമുക്ക് നമ്മുടെ നാട്ടിലെ ഈ തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ കുവൈത്തിലെ ഇഹ്യാഉൽ ഇസ്ലാമി അയച്ച കത്താണിത്. പത്രത്തിലൊക്കെ നമ്മൾ അറിഞ്ഞതാണ് ഇങ്ങനെ കത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത്. ആ കത്താണിത്. ആ കത്തില് അവര് പറഞ്ഞു, ഈ രണ്ട് വിഷയം പറഞ്ഞു. ഒന്ന് ഈ യാഴിബാദ ഹദീസിന്റെ വിഷയം പറഞ്ഞു, അതേപോലെ ഈ സംഗതിയും പറഞ്ഞു. ഇതിലവര് പറഞ്ഞോ അമ്മാ മസ്അലത്തുൽ ഇസ്തിആനത്ത് ബിൽ ജിന്നി, ജിന്നുകളോട് സഹായം ആവശ്യപ്പെടുക എന്ന വിഷയം, ഫത്വർഫുൻ യറ, ഒരു കക്ഷി അഭിപ്രായപ്പെടുന്നു. നമ്മളെ ഈ രണ്ട് കക്ഷിയാണ് അവർ ഉദ്ദേശിച്ചത്. ഈ ഒരു കക്ഷി അഭിപ്രായപ്പെടുന്നു അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി ശിർകുൻ മുത്ലഖൻ ബിജമീഇ അൻവാഇഹാ, ജിന്നിനോട് സഹായം ആവശ്യപ്പെടൽ എല്ലാ നിലക്കും ഏതർത്ഥത്തിലായാലും നിരുപാധികം മുത്ലഖായിക്കൊണ്ട് അത് ശിർക്ക് തന്നെയാണ് എന്ന് ഇവിടെ നിങ്ങളെ കൂട്ടത്തെ ഒരു കക്ഷി പറയുന്നു. മറുകക്ഷി അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി മിൻഹാ മാ ഹുവ ശിർകുൻ വമിൻഹാ മാ ഹുവ ലൈസ ബിശിർകിൻ, അത് ശിർക്കായതുണ്ട് ശിർക്കല്ലാത്തതുണ്ട് എന്ന് മറുകക്ഷി പറയുന്നു. ലാകിൻ യഹ്റുമു ജമീഉഹാ, എന്നാൽ എല്ലാം ഹറാം തന്നെയാണ്. മിൻ ബാബി സദ്ദി ദരീഅത്തി ഇല ശിർകി, ശിർക്കിലേക്കുള്ള വഴി അടക്കുക എന്ന തത്വപ്രകാരം ഇത് ഹറാമാണ് എന്ന് അവരും പറയുന്നു. അപ്പൊ ഈ രണ്ടു വാദം അവര് നമ്മളിൽ നിന്ന് പഠിച്ചിട്ട് ഒരു തീരുമാനം തിരഞ്ഞെടുത്തിട്ട് എന്നിട്ട് പറയാം ഇതിലെ പ്രബലമായ അഭിപ്രായം അന്നൽ ഇസ്തിആനത ബിൽ ജിന്നി അൻവാഉൻ, ജിന്നിനോടുള്ള ഇസ്തിആനത്ത് വ്യത്യസ്ത ഇനങ്ങളാണ്. മിൻഹാ മാ ഹുവ ശിർകുൻ, അതിൽ ശിർക്കായതുണ്ട്. വമിൻഹാ മാ ഹുവ വസിയത്തുൻ ഇല ശിർകി, ശിർക്കിലേക്കുള്ള വഴിയാകുന്നതും ഉണ്ട്. വയഹ്റുമു ജമീഉഹാ, അത് എല്ലാം ഹറാമാണ്. മിൻ ബാബി സദ്ദി ദരീഅത്തി ഇല ശിർകി, ശിർക്കിലേക്കുള്ള കവാടം അടക്കുക എന്ന തത്വപ്രകാരം അതെല്ലാം ഹറാമാണ്. ഫൽ ഉലമാഉ, പണ്ഡിതന്മാർ മുത്തഫിഖൂന, അവർ ഏകോപിച്ചിരിക്കുന്നു അലാ ഹാദൽ ഖൗലി റാജിഹി, ഈ പ്രബലാഭിപ്രായത്തിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു. വലാ ഖിലാഫ ഫീഹി, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ബൈന അഹ്ലിൽ ഇൽമി, ഇൽമുള്ള ആളുകൾക്കിടയിൽ പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ഈ ഡിസംബർ 17 കുവൈത്ത് ഇഹ്യാഉൽ ഇസ്ലാമി നമ്മുടെ സംസ്ഥാന സമിതിക്ക് ഔദ്യോഗികമായി അയച്ച കത്തിലാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഈ ആലിമീങ്ങൾ ഇൽമുള്ള ആളുകളെല്ലാം ഏകോപിച്ച് പറഞ്ഞ അഭിപ്രായം എന്താണ്? ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് വസീലയായതുണ്ട്, എല്ലാം ഹറാമ് തന്നെ. അപ്പൊ പറഞ്ഞ ഈ ശൈഖ് ഉസൈമീൻ ഈ പ്രയോഗവും ഇതെല്ലാം മുഖവിലക്കെടുത്ത് അതെല്ലാം വായിച്ചിട്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും അവർ കത്തയക്കുന്നത്. പണ്ഡിതന്മാർക്ക് ഇഖ്തിലാഫ് ഇല്ല എന്നും പറഞ്ഞു. അപ്പൊ പിന്നെ ഈ പറഞ്ഞ ഖൗലുൽ മുഫീദിലോ സമാനമായ സ്ഥലത്തോ വന്ന പ്രയോഗമുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ശിർക്കുൻ അസ്ഗർ എന്ന് പ്രയോഗിക്കുന്ന ഒരു ഭാഷാ പ്രയോഗം എന്നതായിരിക്കാം ഒരു പക്ഷെ അവര് പ്രയോഗിച്ചിട്ടുണ്ടാവുക. അല്ലാഹു അഅലം. ഒറ്റ മിനിറ്റും കൂടി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാറ് മാത്രവുമല്ല, വസിയത്തു ശിർക്ക് ലോകത്ത് ഒരുപാടുണ്ട്. വസിയത്തു ശിർക്ക് എന്ന ശിർക്കിലേക്കുള്ള വഴി എന്നാണ്. ശിർക്കിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കാവുന്ന വഴികളെല്ലാമാണ് വസിയത്തു ശിർക്ക്. ഉദാഹരണമായി ഖബർ കെട്ടി ഉയർത്തൽ വസിയത്തു ശിർക്കാണ്, ഹറാമാണ്. ഖബർ കെട്ടി ജാറമാക്കുക എന്നത് ശിർക്കിലേക്കുള്ള വഴിയാണ്. അപ്പൊ വസിയത്തു ശിർക്കൊക്കെ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്തായി? ഒരാൾ ഖബർ കെട്ടിപ്പൊക്കിയാൽ തന്നെ ശിർക്കായി എന്ന് പറയേണ്ടി വരും. എന്നാൽ അത് ലോകത്തെല്ലാരും പറഞ്ഞ വിധി എന്താണ്? ഹറാം എന്നാണ്. എന്തുകൊണ്ട് ഹറാമായി? ശിർക്കിലേക്കുള്ള വഴി ആയതിനാൽ. അതേപോലെ തവസ്സുലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തവസ്സുലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഹറാം, ബിദ്അത്ത് എന്നീ പദങ്ങളാണ് നാം സാധാരണ പ്രയോഗിക്കാറുള്ളത്. കെ.പി. മുഹമ്മദ് മൗലവിയുടെ തവസ്സുൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ കുഫ്രിലേക്കും ശിർക്കും ആകുന്ന തവസ്സുകൾ വേറെ ഉണ്ട്, അത് നാം അവിടെ തന്നെ വിശദീകരിക്കാറുമുണ്ട്. അല്ലാത്ത തവസ്സുലുകളൊക്കെ ബിദ്അത്താണ്, ഹറാമാണ് എന്നാണ് പറയാറുള്ളത്. എന്തുകൊണ്ട്? ഒരാൾ ഹക്ക് കൊണ്ട് ചോദിച്ചാലും കുറച്ചു കാലം കഴിയുമ്പോഴേയും പിന്നെ അയാൾ നേക്കുന്നത് ചോദിക്കാൻ തുടങ്ങും. അപ്പൊ ശിർക്കാവും, ശിർക്കിലേക്കുള്ള വഴി ആയി അത് മാറും. നൂഹ് നബിയുടെ ജനതയിൽ ശിർക്ക് വന്നത് എങ്ങനെയാ? ആദ്യം മഹാന്മാരുടെ പേരിൽ രൂപമുണ്ടാക്കി വെച്ചു. അന്ന് ഒരു ചെയ്ത് ശിർക്കല്ല, അപ്പൊ ചെയ്ത് ഹറാമാണ്. പിന്നീട് തലമുറ മാറി വന്നപ്പോൾ ഇതെന്താണ് എന്ന് അറിയാത്തവർ വരികയും അവർ അതിനെ ആരാധിക്കുകയും ചെയ്തു. അപ്പോഴാണ് ശിർക്ക് വന്നത്. അപ്പൊ വസിയത്തു ശിർക്ക് എല്ലാം ശിർക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ടൊക്കെ എന്ത് ചെയ്യും? അസ്ലിൽ തന്നെ ശിർക്കായി മാറും. അങ്ങനെ ഏതായാലും പറയാൻ നമുക്ക് നിവൃത്തിയും ഇല്ലല്ലോ.
ഇപ്പൊ പറഞ്ഞു എല്ലാ ചോദ്യവും ഷിർക്കല്ല. അപ്പോൾ ഇതിന് മുന്നേ പറഞ്ഞു കേട്ടു, പിന്നെ ഭൗതികമായ കാര്യങ്ങളിൽ ജിന്നുകൾ കഴിവ് നൽകപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിർക്കല്ല, ഭൗതികമായ കാര്യങ്ങൾ. ഞാനൊരു സ്വാലിബിൻ ഫൗസാന്റെ ഒരു ഇത് കണ്ടു, ഫത്വ കണ്ടു. അപ്പം അതിലിങ്ങനെ പറയുന്നുണ്ട്, വകദാലിക്കല്ലദീന യുനാദൂനൽ ജിന്ന ഇൻദ ശിദ്ദതി വ ഇൻദൽ ഖൗഫി ഹാദാ അയ്ദൻ കുല്ലുഹു മിന ശിർക്കിൽ അക്ബർ ലിഅന്നഹു ഇസ്തിആദ. അങ്ങനെ ആദ്യം ഇസ്തിആദത്തിനെ പറ്റി പറയുന്നുണ്ട്. എന്നിട്ട് കഴിഞ്ഞ ശേഷം ബിഗൈറില്ലാഹി സുബ്ഹാനഹു വ തആല കഴിഞ്ഞിട്ട് വമിൻ ഹാദാ അയ്ദൻ മൻ യസ്തഈനു ബിൽ ജിന്നി ഇൻദമാ യതഖാസമു മഅ അഹദിൻ ഫയഖൂലു യാ ജിന്നി ഖുദൂഹു ഇഫ്അലൂ ബിഹി കദാ വകദാ വഹാദാ ശിർകുൻ ബില്ലാഹി അസ്സ വജൽ. അതായത് ആദ്യം ഇസ്തിആദത്തിനെ പറ്റി പറഞ്ഞു, അതൊക്കെ നേരത്തെ മൗലവി വിശദീകരിച്ചു. നെക്സ്റ്റ് പറഞ്ഞത് ഇസ്തിആനത്താണ്. അപ്പം അതിനെപ്പറ്റി പറയുന്നത് ഭൗതികമായൊരു കാര്യം തന്നെ. ഷണ്ട കൂടുന്ന സമയത്ത് ഇന്ദമാ യതഖാസമു മഅ അഹദിൻ, ഷണ്ട കൂടുന്ന സമയത്ത് ഫയഖൂൽ, അപ്പോൾ പറയാ ജിന്നോട് പറയാ യാ ജിൻ, ഏ ജിന്നെ ഖുദൂഹു ഇഫ്അലൂ ബിഹി കദാ വകദാ, ജിന്നെ അവനെ പിടിക്കൂ, എന്നിട്ട് അവനെ ഇന്ന ഇന്ന പ്രകാരം ചെയ്യൂ. എന്നിട്ട് പറയുന്നു വഹാദാ ശിർകുൻ ബില്ലാഹി അസ്സ വജൽ. പിന്നെ അവസാനം അങ്ങനെ കുറെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവസാനം പറയുന്നുണ്ട് ഫദല്ല അല അന്നൽ ഇസ്തിആനതു ബിൽ ജിന്നി ശിർകുൻ അക്ബർ വലൗ സമ്മൈത ബി ഗൈരി ശിർക്കി ലൗ സമ്മൈത ബിൽ ഇസ്തിഖ്ദാമി അബി സാരി ഔ മാ അഷ്ബഹ ദാലിക മിനൽ അസ്മാ. അതിന് എന്ത് തന്നെ പേരിട്ട് വിളിച്ചാലും അത് ഷിർക്ക് തന്നെയാണ്. അത് പണിയെടുപ്പിക്കാന്നാണെങ്കിലും കൂടിക്കാഴ്ചയാണെന്നെങ്കിലും ഷിർക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്ത്? ഷെയ്ഖ് ഫൗസാന്റെ ഫത്വയിലാണ് പറഞ്ഞത്. അതായത് പ്രയാസങ്ങളോ അതല്ലെങ്കിൽ അങ്ങനത്തെ വല്ല ഘട്ടങ്ങളോ വരുമ്പോൾ വിളിച്ചു പറയുന്ന ഒരു ശൈലി, യാ ജിന്നു ഖുദൂഹു യാ സബ്ഉഅ ഇഫ്അലൂ ബിഹി കദാ വകദാ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ, അതൊക്കെ ആ നാട്ടിൽ നടപ്പുള്ള സമ്പ്രദായത്തെ പറ്റിയുള്ള ചോദ്യമാണ്. അതായത് ഈ സബ്ഉഅ ആരാണ്? സബ്ഉഅ എന്ന് പറഞ്ഞാൽ അവിടെ സബ്ഉഅ സപ്തഭൂതങ്ങൾ, അതാണ് ശരിക്കും സബ്ഉഅ സപ്തഭൂതങ്ങൾ, ഭൂതലോകത്തിന് മൊത്തം നേതൃത്വം കൊടുക്കുന്ന 7 നേതാക്കന്മാർ, 7 കിങ്കരന്മാർ, അതാണ് സബ്ഉഅ. അതേപോലെ യാ ജിന്നൽ ബൈത്തി, പിന്നെ വീടിനെ കാക്കുന്ന ജിന്ന്, അതാണ് ജിന്ന, വീടിന്റെ ജിന്ന് എന്ന് പറഞ്ഞാൽ വീടിന്റെ കാര്യങ്ങൾ നോക്കാനായി പ്രത്യേകം ഏൽപ്പിക്കപ്പെട്ട ജിന്നുകൾ. നമ്മുടെ നാട്ടിൽ കണ്ടല്ലോ, സാധാരണ കന്നുകാലികൾക്ക് പ്രശ്നം വന്നാൽ കാഞ്ഞിരപ്പള്ളിക്ക്, അതേപോലെ പാമ്പിന്റെ ശല്യത്തിന് പുത്തമ്പള്ളിക്ക് എന്ന് പറഞ്ഞ പോലെ ജിന്നുകളെ വ്യത്യസ്ത ഇതാക്കി തിരിച്ചിട്ട് വീടുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് കുറെ ജിന്നുകള്, അതേപോലെ മറ്റു വെളിമ്പ്രദേശത്ത് വെച്ചുള്ള പ്രശ്നത്തിന് വേറെ കുറെ ജിന്നുകള്, അതേപോലുള്ള ഓരോ സംഗതിക്കും ഓരോ ജിന്നുകളെ ഓരോന്നിലും സങ്കല്പിച്ചിട്ട് അങ്ങനെ വിളിച്ചു പറയുന്ന ശൈലി, അവിടെയാണ് ശിർക്കുൽ അക്ബർ എന്ന് പറഞ്ഞത്. ഷെയ്ഖ് ഫൗസാൻ ആണല്ലോ പറഞ്ഞത്. ആ ഫൗസാൻ തന്നെ ഉൾപ്പെട്ട ഒരു ഫത്വ രചനയിൽ ഷെയ്ഖ് ഫൗസാൻ അടക്കം പങ്കെടുത്തുകൊണ്ട് ഷെയ്ഖ് ഫൗസാനും അതേപോലെ ഇബ്നു ബാസും അടക്കമുള്ളവർ ഒന്നിച്ചുകൂടി നൽകിയ ഫത്വ. ആ ഫത്വയിൽ പറയുന്നത് ലാ യജൂസു ഇസ്തിഖ്ദാമുൽ ജിന്നി ബിഅയ്യി നൗഇൻ മിൻ ഇസ്തിഖ്ദാം ലിഅന്ന ദാലിക മിൻ ഇസ്തിആനത്തി ബിൽ ജിന്നി വശയാത്തീൻ വഹിയ മുഹറമ വവസീല മിൻ വസാഇലി ശിർക്കി. ഇതിൽ ഷെയ്ഖ് ഫൗസാനുണ്ട്, ഷെയ്ഖ് ഇബ്നു ബാസും ഉണ്ട് ഇതിൽ ഒപ്പിട്ടത്. അപ്പൊ യഥാർത്ഥത്തിൽ മറ്റത് ഫത്വയാണ്, ചോദ്യമാണ്. അപ്പൊ അവിടെയുള്ള സമ്പ്രദായങ്ങൾ അങ്ങനെ വിളിക്കുമ്പോൾ ആ ജിന്നുൽ ബൈത്തുനെ സഹായിക്കും, സബ്അവനെ രക്ഷക്കെത്തും, അധികം അവരെ തന്നെ ശത്രുവിൻ ചെയ്യും, പിടികൂടും എന്നൊക്കെയുള്ള ആ ധാരണയിൽ ആ വിശ്വാസത്തിലുള്ള ഒരു വിളിയെ തന്നെയാണ് പറഞ്ഞത്. അതിന് എന്ത് പേരിട്ടാലും അതെന്തിനാണ്? ശിർക്ക് തന്നെയാണ്, സംശയമില്ല. ഇതിലെ ഈ വിശദീകരണം ഈ വിശദീകരണത്തിൽ പറഞ്ഞത് ആ നാട്ടിലെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഫത്വയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തിനും ശിർക്കിന് പാകപ്പെട്ട രൂപത്തിലുള്ള ഒരു കൗമാണ് പുറത്തുള്ളത്, ഖുറാഫികൾ. അപ്പോൾ അവർക്ക് ഇതുപോലത്തുള്ളൊരു ഫത്വ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശിർക്കല്ല എന്ന് പറയുമ്പോൾ അവരത് കൂടുതൽ അവർക്ക് ഒരു ബെനിഫിറ്റ് അല്ല കിട്ടുന്നത്. അല്ല, ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് സേഫ് ആയിട്ടുള്ളത് ശിർക്കാന്ന് പറയാൻ തന്നെയല്ലേ. അല്ല, ഇവിടെ ഒരു ഖുറാഫി നമ്മോട് സംഗതി ചോദിക്കുമ്പോൾ ഓന് കൊടുക്കുന്ന ഫത്വ എന്തായിരിക്കും? ഓന്റെ വിശ്വാസം ഓന്റെ കാര്യം അനുസരിച്ചായിരിക്കും. അതുകൊണ്ടാണ് നേർച്ചപ്പെട്ടിക്ക് പൈസ ഇട്ടാൽ പോലും ശിർക്ക് കയറുന്നത്. കേവലം ഭൗതികമായ സംഗതി ചെയ്യണത്. ഒരു പെട്ടി, ഒരു ഓട്ടുണ്ടാക്കി അതിക്കൊണ്ടേ പൈസ ഇടുന്നു. അപ്പോൾ ചെയ്തെന്താണ്? ഒരു ഭൗതികമായ പണി. നമ്മൾ എന്ത് പറയും? ശിർക്കാണ്. നൂല് കെട്ടിയ ശിർക്ക് എന്ന് പറയും, ഏലസ് കെട്ടിയ ശിർക്ക് എന്ന് പറയും. ആ വക രീതികളെല്ലാം ശിർക്ക് എന്ന് പറയുന്നു. കാരണം എന്താ? അത് അവരുടെ വിശ്വാസ സ്ഥലത്ത് വന്നത് തന്നെയാണ്. അവരുടെ വിശ്വാസം അതിന് പിന്നിലുണ്ട്. ഈ പെട്ടിക്ക് വെറുതെ പൈസ ഇടില്ല, ഈ പെട്ടിലേക്ക് പണമെറിയാൻ അവന് പ്രചോദനമുണ്ട്. ഇവന്ന് ചെമ്മാട്ടേക്ക് യാത്ര പോണ മനുഷ്യൻ പോകുന്ന വഴിക്ക് ഒരുപാട് പള്ളി ഉണ്ടെങ്കിലും ആ പള്ളിക്ക് ഒന്നും പൈസ ഇടാതെ മമ്പുറത്തെത്തുമ്പോ പൈസ ഇടുന്നു. ഇത് ശിർക്ക് നമ്മൾ പറയും. എന്തുകൊണ്ട്? ആ പണമെറിയാൻ അവന് ഒരു വിശ്വാസം അതിന് പിന്നിലുണ്ട്. അല്ലെങ്കിൽ ആ പൈസ പുറത്തു വന്ന് എത്തിക്കാന പള്ളിക്ക് കയറിയല്ലോ, അങ്ങോട്ട് പോയി ഇട്ടിട്ടില്ല. അവിടെ എത്തിയപ്പോ മാത്രം വിട്ടു. ഞാൻ അപ്പുറത്തേക്ക് പിന്നെയും കുറെ പള്ളിയുണ്ട്, അവിടെ ഒന്നും ഇട്ടിട്ടില്ല.
അപ്പൊ യഥാർത്ഥത്തിൽ ഈ പണമെറിയാൻ അവന് പ്രചോദനമായ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ പണമെറിയുമ്പോൾ ആ പണമെറിയ ശിർക്കായി. എന്നാൽ മറ്റൊരു മനുഷ്യൻ തൊട്ടപ്പുറത്ത് പോയപ്പോ ഒരു പള്ളി കണ്ടു, അവിടെ സംഭാവനപ്പെട്ടി കണ്ടു, ഓൻ ആ സംഭാവനപ്പെട്ടി ഉദ്ദേശിച്ച് ആ പള്ളിക്ക് എന്തൊരു ഒരു പൈസ ഇട്ടു. ഇത് നമ്മൾ ശിർക്ക് എന്ന് പറയോ? ഇല്ലല്ലോ. അപ്പൊ ഒപ്പമുള്ളവൻ പറയാ ബാക്കിൽ അടുത്ത അവിടെ പൈസ ഇട്ടവനുണ്ട്, അവിടെ ഇവിടെ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ ഓനെ വളമാകും എന്ന് നമ്മൾ പറയുന്നല്ലോ. അപ്പൊ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശിർക്കും തൗഹീദും വേർതിരിയുന്നത്. ഇവിടെ അടിപിടി കൂടുമ്പോഴോ ഒരു പ്രശ്നം വരുമ്പോഴോ ഒരു വീട്ടിൽ വല്ല ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴോ ഒക്കെ എന്ത് ചെയ്യുന്നു, അതിന് പ്രത്യേകമായി അവര് മനസ്സിൽ വെക്കുന്ന ചില ജിന്നുകളുണ്ട്. അടിപിടി കൂടുമ്പോ അതിന് വിളിക്കേണ്ട ജിന്ന്, വീട്ടിൽ ശല്യം ഉണ്ടാകുമ്പോൾ വിളിക്കേണ്ട ജിന്ന്, അതേപോലെ ജിന്നുൽ ഒരു വെളിം പ്രദേശത്തെത്തുമ്പോൾ അവിടെ ബുദ്ധിമുട്ടുണ്ടായാൽ വിളിക്കേണ്ട ജിന്ന്, ഇങ്ങനെ പ്രത്യേകം കമ്പാർട്ട്മെന്റ് ആക്കി ജിന്നുകളെ ഓരോന്നിട്ട് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആവശ്യം വന്നാൽ അവനെ വിളിക്കും, ആ ആവശ്യം വന്നാൽ ഓനെ വിളിക്കും, മറ്റാവശ്യം വന്നാൽ ഓനെ വിളിക്കും. ഈ ശൈലിയാണ് അവിടെ ഫൗസാനോട് ചോദിച്ചത്. അതുകൊണ്ടാണ് അവരങ്ങനെ നൽകിയത്. എന്നാൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഫത്വയൊന്നുമല്ലാതെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവരെല്ലാം എന്ത് ചെയ്യുന്നു, രണ്ടും രണ്ടാക്കി വേർതിരിക്കുന്നു. ഷെയ്ഖ് ഫൗസാൻ തന്നെ കിതാബ് തൗഹീദിന്റെ വ്യാഖ്യാനമായ ഇആനത്തുൽ മുസ്തഫീദ് ബിശറഹ് കിതാബ് തൗഹീദ് എന്ന കിതാബിൽ ഈ ഇസ്തിആനത്തിനെ ഈ പറഞ്ഞ രണ്ട് വേർതിരിവ് നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ സലഫികൾക്കിടയിൽ ഈ വിഷയത്തിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ ഹാത്തുറാസ് ഇങ്ങനെ കത്തുന്നത്. എന്നാൽ ഇവിടുത്തെ സമസ്തക്കാര് ഈ ഹാത്തുറാസ് കത്ത് കൊടുത്താലോ? സമസ്തക്കാര് ഒരു എഴുത്ത് അങ്ങോട്ട് അയച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ തർക്കമുണ്ട്, ഇങ്ങനെ കുറെ സ്ഥലത്ത് കുറെ പെട്ടുണ്ട്, അവിടെയൊക്കെ പൈസ ഇടാൻ പറ്റൂലേ എന്ന് വെച്ചാൽ ഓരെന്താ ഫത്ത് കൊടുക്കുക? ഇതെല്ലാം ശിർക്ക് തന്നെ എന്ന് കൊടുക്കും. എന്നാൽ സലഫികളായ ആൾക്കിടയിൽ ഇങ്ങനെ തർക്കമുണ്ട്. ഏത് ജിന്നിനോടുള്ള ഏത് സഹായം ആവശ്യപ്പെടുന്നതും ശിർക്കാണെന്നൊരു കൂട്ടർ പറയുന്നു, അല്ല ശിർക്ക് ആയതുണ്ട് അല്ലാത്തതുണ്ട് എന്ന് പറയുന്നു. ഏതാ ശരി? അവിടെയാണ് ഈ പറഞ്ഞത് വറാജിഉ വല്ലാഹു അഅലം. ഇവിടെ പ്രബലമായ അഭിപ്രായം ഈ പറഞ്ഞ ശിർക്കായതും ശിർക്കിലേക്ക് വഴിവെക്കുന്നതുമായ രണ്ട് തരമുണ്ട്. ഈ പ്രബലാഭിപ്രായത്തിൽ ആലിമീങ്ങൾ ഇത്തിഫാഖുണ്ട്. ഇൽമുള്ള ആളുകൾക്കിടയിൽ പണ്ഡിതന്മാർക്കിടയിൽ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് അവർ നൽകിയത് ആ സലഫികളായതുകൊണ്ടും നമ്മുടെ വിശ്വാസം കൃത്യമായി അറിയാവുന്നതുകൊണ്ടുമാണ് നമുക്ക് അത്തരമൊരു മറുപടി തന്നത്. അപ്പൊ ഏത് ഫത്വയും ചോദ്യകർത്താവിന്റെ വിശ്വാസം സന്ദർഭം സാഹചര്യവും അനുസരിച്ച് തന്നെയാണ് ഫത്വ നൽകുക. അതല്ല ഓന വിശ്വാസത്തിൽ തകരാറില്ലെങ്കിൽ അതിനനുസരിച്ച് ഫത്വ കൊടുക്കും, ഓന വിശ്വാസം തകരാറുണ്ടെങ്കിലോ അതിനനുസരിച്ച് ഫത്വ കൊടുക്കും. ആ സാഹചര്യം ആർക്കെല്ലാം ഉണ്ടോ അവർക്കെല്ലാം ആ ഫത്വ ബാധകമാകും. ആ ചോദിച്ച ആൾ നാട്ടിലേക്കൊക്കെ ബാധകമാവോ? ഇല്ല. ഇയാളുടെ സന്ദർഭം സാഹചര്യമുള്ള ഏതൊരാൾ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അയാൾക്കെല്ലാം ആ ഫത്വ ബാധകവുമാണ്. വേറൊരു ഫത്വന്റെ കാര്യമുണ്ട്. ഇബ്നു ബാസിന് വേറെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. പിന്നെ വേറെ ഒന്ന് നമ്മളിപ്പോൾ പറയുന്നത് ഹയ്യ് ഹാദിർ ഖാദിറായ ജിന്നോട് അവരുടെ കൈപ്പെട്ട കാര്യം ചോദിച്ചാൽ ശിർക്കല്ല എന്നല്ലേ. അപ്പോൾ ആ നിലക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഹയ്യൊക്കെ, പക്ഷേ ഈ ഹാദിറും ഖാദിറും നമ്മളെങ്ങനെ മനസ്സിലാക്കുക? ഇപ്പോൾ ഹാദിർ ഇപ്പോൾ ഒരു ജിന്നിൻ്റെ വേറൊരു ലജനദായ്മിൻ്റെ വേറെ ഫത്വയിൽ കാണാം. ഇപ്പോൾ ഹാദിറായ ജിന്നിൻ്റെ കാര്യം പിന്നെ ഓയിബായ ജിന്നെ പോലെ തന്നെയാണെന്ന് പറഞ്ഞ രൂപത്തിൽ ഒരു പ്രസന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ അപേക്ഷിച്ച് മനുഷ്യനെ അപേക്ഷിച്ചിടത്തോളം അത് ഓയിബിന്റെ എഫക്റ്റ് അല്ലേ ഉള്ളത്. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കാവില്ലേ? അതായത് ഹയ്യും ഹാദിറും ഖാദിറും എന്നത് ജിന്നുമായി ബന്ധപ്പെട്ട് മാത്രം ചർച്ച ചെയ്യപ്പെട്ടൊരു പദപ്രയോഗമല്ല. നമ്മൾ നമ്മുടെ നാട്ടിൽ അഭൗതികമെന്നും കാര്യകാലബന്ധത്തിന് അപ്പുറം എന്നുമൊക്കെ പറഞ്ഞതുപോലെ മൊത്തത്തിൽ അറബി ലോകത്തെ പണ്ഡിതന്മാർ ഒരു വിളി ദുആ ആകുന്നത് എപ്പോൾ അല്ലാത്തത് എപ്പോൾ എന്ന് ചർച്ച ചെയ്തപ്പോഴാണ് ഹയ്യും ഹാദിറും ഖാദിറും പറഞ്ഞത്. അത് ജിന്നുകൾക്ക് മാത്രമുള്ള സംഗതിയല്ല. ഒരു മനുഷ്യനോട് ചോദിക്കുമ്പോഴും, ഒരു മനുഷ്യനോട് ഒരാൾ പ്രാർത്ഥിച്ചാൽ, ജീവിച്ചിരിപ്പുള്ള മനുഷ്യനോട് ഒരാൾ ദുആ ചെയ്താലും ശിർക്ക് തന്നെയാണല്ലോ. അപ്പോൾ എപ്പോഴാണ് ദുആ ആവുക? ഒരാളോട് പോയിട്ട് 10,000 വായ്പ ചോദിച്ചു, ശിർക്കാണോ? അല്ല. എന്നാ തങ്ങളെ വീട്ടിൽ പോയിട്ട് തങ്ങളെ ഞാൻ വലിയ കടത്തിലാണ് എന്ന് പറഞ്ഞാലോ ആ ആവശ്യപ്പെടൽ ശിർക്ക് തന്നെയാണ്. അയാൾ ഹയ്യാണ്, അയാൾ ഹാദിറാണ്. നേരത്തെ ചോദിച്ച ആളും ഹയ്യാണ്, ഹാദിറാണ്. പിന്നെ എവിടെയാ വ്യത്യാസം? അപ്പൊ ഒരു മനുഷ്യനോടായാലും ഒരു കല്ലിനോടായാലും ഒരു മരത്തിനോടായാലും ഒരു മൃഗത്തിനോടായാലും ജിന്നിനോടായാലും മലക്കിനോടായാലും ഏതിനോടായാലും ഒരു വിളി ദുആ ആകാനുള്ള മാനദണ്ഡം പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞ 3 പോയിന്റാണ് ഹയ്യ്, ഹാദിർ, ഖാദിർ. ജീവിച്ചിരിക്കുന്ന ആളാകണം ഒന്ന്. അപ്പൊ മരിച്ച ആളോട് എന്ത് ചോദിച്ചാലും ശിർക്ക് തന്നെ. മരിച്ച ആളോട് എന്ത് ചോദിച്ചാലും ശിർക്ക് തന്നെ. 2 ഹയ്യ് ആയാൽ പോരാ, ആള് ഹാദിർ ആവണം. അപ്പൊ ഗായിബിനോട് ചോദിച്ചാൽ ശിർക്കാവും, ഗായിബിനോട് ചോദിച്ചാൽ ശിർക്കാവും. ഇല്ലാത്തൊരാളോട്
നാട്ടിലില്ലാത്ത സ്ഥലത്തില്ലാത്ത ഒരാൾ ചോദിച്ചാൽ ഒരു മനുഷ്യനോടായാലും ശിർക്കാവും വാജിബിനോട്. ഇനി ഹാദിറുമാണ് ഹയ്യുമാണ് എന്നാലും പോലെ ഖാദിറാവണം. ഖാദിർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വല്ല കഴിവുണ്ടാകുക എന്നല്ല ഉദ്ദേശിച്ചത്. അതിനാണ് തിരിച്ചു പണ്ഡിതന്മാർ പ്രയോഗിച്ചത് മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, പടച്ച റബ്ബിനല്ലാതെ കഴിയാത്തത്. അതാണ് ഖാദിറിന്റെ മറുവശമായി അവര് പ്രയോഗിച്ചത്. അല്ല ഒരാൾ ചോദിച്ചു അയാൾക്കത് കഴിയൂല അതുകൊണ്ട് ശിർക്കായി എന്നല്ല. ഇപ്പൊ ഒരു മനുഷ്യനടുത്ത് പോയി അയാൾ നമ്മൾ 10 ലക്ഷം വായ്പ വെച്ചു, അയാൾ പറഞ്ഞു എനിക്ക് 10 റുപ്യക്ക് വരെ വകഞ്ഞ എന്ന് പറഞ്ഞാൽ അവന്റെ ചോദ്യം ശിർക്കാവോ? ഇല്ലല്ലോ. അവൻ ഖാദിറല്ല ഈ വിഷയത്തിൽ. ഈ വിഷയത്തിൽ അവൻ ഖാദിറല്ല, എന്നാലും ഈ ചോദിച്ചെന്തല്ല ശിർക്കല്ല. അപ്പൊ ഖാദിർ എന്ന് പറഞ്ഞാൽ മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, പടച്ച റബ്ബിന് മാത്രം കഴിയുന്ന കാര്യം ഒരു പടപ്പിനോട് ചോദിക്കുക. അതിനാണ് പണ്ഡിതന്മാർ ഉദാഹരണം കൊടുത്തത് ഖത്വലബിൽ ഹിദായത്തി, ഹിദായത്ത് ചോദിക്കുക, രോഗസമയത്തിന് ആവശ്യപ്പെടുക, അതൊക്കെ റബ്ബിൽ നിന്ന് മാത്രം കിട്ടേണ്ടതാണ്. സന്താനം ഉണ്ടാകാൻ തേടുക, ഇതൊക്കെ റബ്ബിനെ കൊണ്ട് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യം ഹയ്യായ ഹാദിറായ ഒരു ഇൻസിനോട് ആവശ്യപ്പെട്ടാലും ശിർക്ക് തന്നെ. അപ്പൊ ജീവിച്ചിരിപ്പുള്ള മനുഷ്യനോട് പോയിട്ട് ഞങ്ങൾ സ്വർഗത്തിലാക്കി തരണം എന്ന് പറഞ്ഞാൽ ശിർക്കാണ്, ദുആയാണ്. എന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തി തരണം എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. നാം മരുന്ന് തരണം എന്നാണെങ്കിലോ ശിർക്കല്ല. കാരണം മരുന്ന് തരിക എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമല്ല, അള്ളാഹ് നടപ്പാക്കുന്ന സിസ്റ്റവുമല്ല, മറ്റ് സൃഷ്ടികളോട് നടപ്പാക്കുന്ന കാര്യമാണ്. അപ്പൊ ഹയ്യും ഹാദിറും ഖാദിറും എന്നത് പൊതുവായി മനുഷ്യനും ജിന്നും മലക്കും എല്ലാം അടക്കം ഏത് മഖ്ലൂഖാണെങ്കിലും ഒരു വിളി ദുആ ആകുന്ന മാനദണ്ഡം വിവരിച്ചപ്പോൾ പറഞ്ഞ പൊതുതത്വമാണ് ഹയ്യും ഹാദിറും ഖാദിറും. അതുകൊണ്ടാണ് ഈ ജിന്ന് വിഷയത്തിലും 2 ഉണ്ട് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞത്. ഇനി ഹയ്യാണോ നമുക്കറിയില്ല, ഹാദിറാണോ നമുക്കറിയില്ല, ഖാദിറാണോ, ഇതാണ് പിന്നുള്ളൊരു പ്രശ്നം. ഇവിടെ യഥാർത്ഥത്തില് ഈ പറയപ്പെടുന്നിടത്ത് ഈ പണ്ഡിതന്മാരാണ് നമ്മുടെ നാട്ടിലാണ് പറഞ്ഞെന്താണ്, ഇവിടെ ഉണ്ടെങ്കിൽ ശബ്ദം കേൾക്കുന്നെങ്കിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്നാണല്ലോ പറയണത്. അപ്പൊ ഈ 3 പരിഗണന അവിടെ വരുന്നു. ഇല്ലെങ്കിലോ വരണ്ട, കേൾക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിലോ വിളിക്കണമില്ല, ഇല്ലെങ്കിൽ വിളിക്കുന്നില്ല. ഓമ്പടെ ഹാദറല്ല, ഓനെ വിളിക്കുന്നില്ല, ഓന് കഴിയാത്ത കാര്യം ചോദിക്കുന്നില്ല. മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ കാര്യം ചോദിക്കുന്നില്ല. പിന്നെ ഓനെ കഴിയോ ഇല്ലേ അതല്ല മാനദണ്ഡം. ഖാദിർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക് കഴിയോ ഇല്ലേ എന്നതല്ല, മറിച്ച് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണോ അല്ല പടപ്പുകൾക്ക് കഴിയുന്ന കാര്യമാണോ എന്നതാണ് ഖാദിറിൽ പരിഗണിക്കപ്പെടുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാനുള്ളത് പോലെ ഒരു ആനയെ കൊണ്ട് മരം പിടിപ്പിച്ചു, ശിർക്കല്ല. നമുക്കറിയാം മനുഷ്യനെ കഴിവിന് അപ്പുറത്താണ്. അത് കണ്ട് വേറൊരുത്തന് ഒരു പൂച്ചയെ കൊണ്ട് മരം പിടിപ്പിച്ചു, ശിർക്കാവോ? ഇല്ല, അതൊരു ക്രൂരമായിട്ട് മാറുള്ളൂ. അപ്പൊ ഖാദിറാവ എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്? സാധാരണ മനുഷ്യപ്രകൃതിയിൽ നടപ്പുള്ള അല്ലെങ്കിൽ സൃഷ്ടിപ്രകൃതിയിൽ നടപ്പുള്ള കാര്യമായിരിക്കണം എന്നർത്ഥത്തിലാണ്. അത് മൊത്തത്തിൽ എല്ലാത്തിനും ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ശബ്ദം കേൾക്കുമെങ്കിൽ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് സഹായിച്ചോട്ടെ എന്നാണെങ്കിൽ ഈ പറഞ്ഞ നിർവചന പ്രകാരം ശിർക്കിലേക്ക് അത് പോകുന്നില്ല. അത് ജിന്നിനു മാത്രമുള്ളതല്ല, അത് ഇൻസിനും ബാധകമായതാണ്. അവിടെയാണ് ഹയ്യും ഹാദിറും ഖാദിറും വിശദീകരിച്ചത്. അല്ല ജിന്നി വിഷയത്തിൽ മാത്രം ഒരു ഹയ്യും ഹാദിറും ഖാദിറും പറഞ്ഞിട്ടില്ല. ഇൻസിനോടുള്ള ചോദ്യവും മരിച്ചവരോടുള്ള ചോദ്യവും എല്ലാം ദുആ ഏത് അല്ലാത്തത് ഏത് എന്ന് വേർതിരിക്കാൻ സലഫി പണ്ഡിതന്മാർ പൊതുവെ സ്വീകരിച്ച ഒരു മാനദണ്ഡമാണ് ഹയ്യും ഹാദിറും ഖാദിറുമാകണം ചോദിക്കപ്പെടുന്ന ആൾ. അതാണ് എന്ത് സാധാരണയുള്ള ചോദ്യം. അല്ലാത്തതെല്ലാം സാധാരണ ചോദ്യമല്ല, ദുആ ആകുന്ന ചോദ്യം തന്നെയാണ് എന്ന് പഠിപ്പിക്കാനാണ് അത് പറഞ്ഞത്. സഹോദരന്മാരെ, ഇവിടെ ബൈലക്സിലെ നമ്മളൊരു അഡ്മിൻ ഒരു ചോദ്യം എഴുതി തന്നിട്ടുണ്ട്. സിഹിർ ചെയ്യുമ്പോൾ സിഹിറിലൂടെ പിശാചിനെ പൂജിക്കുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് സിഹിർ തന്നെ ശിർക്കല്ലേ? അപ്പൊ പിന്നെ എന്തുകൊണ്ട് അസിഹിറുമില്ല? ഒന്നാമത്തെ 7 മഹാഭാഗത്തിൽ ഒന്നാമത്തെ ശിർക്ക്, പിന്നെ 2 സിഹിറിന്ന് എണ്ണി, 2 ഒന്നല്ലേ? ഇതിൽ ശിർക്കുണ്ടോ ഇല്ലേ, ശിർക്കല്ലേ എന്നൊക്കെ ഒരു ചോദ്യം എഴുതി തന്നിട്ടുണ്ട്. അതോടെ ചോദിക്കാം. ബൈലക്സിൽ ഒരുപാട് ആൾ കേൾക്കുന്നുണ്ടാകും. ഓലക്കപ്പടം എഴുതി ചോദിക്കാൻ തന്നാ പിന്നെ നമുക്ക് അതിനെ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ അഡ്മിനോട് പ്രത്യേകം പറയാണ് ഇത് അയിമ അവസാനിപ്പിക്കാം. ഇവിടെ ഹയ്യും ഹാദിറും ഖാദിറായോട് ചോദിക്കാനുണ്ട്, അവര് ചോദിക്കട്ടെ. അപ്പൊ ഏതായിരുന്നാലും സിഹിർ ചെയ്യുമ്പോൾ പിശാചിനെ പൂജിക്കുകയാണല്ലോ, അത് ശിർക്കല്ലേ? എങ്കിൽ പിന്നെ സബൽ മുബിഖാത്ത് 7 വൻപാപങ്ങൾ പറഞ്ഞപ്പോൾ 1 ശിർക്ക് 2 സിഹിർ എന്ന് പറയേണ്ടതുണ്ടോ? 2ഉം 1 ശിർക്ക് പറഞ്ഞ സിഹിറും പെട്ടില്ലേ എന്നതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ വിശദീകരണത്തിന് ഒന്നുകൂടെ ആക്കം കൂട്ടുന്നു ഈ പറഞ്ഞ ചോദ്യം കൂടെ.
അതായത് അവിടെ സിഹിർ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ ചെയ്യുന്ന ഒരു സിഹിർ ചെയ്യുന്ന മനുഷ്യൻ അവൻ ചെയ്യുന്ന പണി സിഹിർ ആകണമെങ്കിൽ സ്വാഭാവികമായും അയാൾ അതിന്റെ മുന്നോടിയായി ഒരുപാട് ശിർക്കും കുഫ്റും ഖുറാഫാത്തും ഹറാമും തോന്നിവാസവും അയാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോഴേ അയാളെ സിഹിറിന് ഫലം ഉണ്ടാവുള്ളൂ. സിഹിർ പഠിച്ചെടുക്കലാണ്. അതാണ് സൂറത്തുൽ ബഖറയിൽ യുഅല്ലിമുനന്നാസ സിഹർ, അവർ ജനങ്ങളെ സിഹിർ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഹദീസിലും അത്തരം പ്രയോഗങ്ങൾ കാണാൻ കഴിയും. സിഹിർ പഠിക്കാൻ വേണ്ടി പോയ സംഭവങ്ങൾ അല്ലാഹു റസൂൽ മുൻഗാമികളെ പറ്റി പലതും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ സിഹിർ പഠിച്ചെടുക്കലാണ്. എന്താ സിഹിർ പഠിക്കാനുള്ളത്? പിശാചിന്റെ സേവയാണല്ലോ സാഹിർ ഉപയോഗിക്കുന്നത്. ഈ സേവ അവന് കിട്ടണമെങ്കിൽ അവൻ ചെയ്യേണ്ടുന്ന കുറെ സംഗതികളുണ്ട്. അതൊക്കെ ചെയ്ത് ഇവൻ ശിർക്ക് ചെയ്ത് ഇവൻ കുഫർ ചെയ്ത് തോന്നിവാസങ്ങൾ ചെയ്ത് തിന്മകൾ ചെയ്ത് ഇവൻ ശൈത്വാന്റെ സ്വന്തം ആളായി തീരണം. അപ്പോഴാണ് ശൈത്വാൻ ഇവൻ എന്ത് ചെയ്യുക? സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ ഈ പൂജ ഒന്നും ഇല്ലെങ്കിലും സഹായം കിട്ടും. അതാണ് അമാനി വഴി പറഞ്ഞത്, പ്രത്യേകം പൂജിച്ചില്ലെങ്കിൽ കൂടി ഓനെ പല സഹായങ്ങളും കിട്ടും എന്ന് പറഞ്ഞത്. പിന്നെ ഓരോ സിഹിറിലും ഇതിങ്ങനെ പൂജിച്ചോളം എന്നുണ്ടാവൂല. ഇവൻ പൂജകൾ ചെയ്ത് ഇവൻ 1-ാം നമ്പർ മുശ്രിക്കായി മാറി ഈ നാട്ടുകാരെ മൊത്തം ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ പറ്റാവുന്ന ആളായി ശൈത്വാന് ബോധ്യമാകുമ്പോൾ ശൈത്വാൻ അവന് പല സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് അവൻ പിന്നീട് സിഹിറുകൾ ചെയ്യുന്നത്. അപ്പൊ സിഹിർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ സിഹിർ ചെയ്യുന്ന സാഹിർ അയാൾ തീർച്ചയായും ഒരുപാട് ശിർക്കും ഖുറാഫാത്തും കുഫ്റും ഉൾക്കൊണ്ട അത് ചെയ്ത അതിനടിമപ്പെട്ട ഒരു മനുഷ്യനായിരിക്കും എന്ന കാര്യം തീർച്ചയാണ്. ഇപ്പൊ ചെയ്യുന്ന സിഹിറിൽ ഒരു പക്ഷെ അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു പക്ഷേ ശൈത്താന്റെ സഹായം മോന് കിട്ടിയേക്കാം. അതുകൊണ്ടായിരിക്കാം ശിർക്ക് എണ്ണീട്ട് സിഹിർ പിന്നെ വീണ്ടും പ്രത്യേകം ഒന്നുകൂടെ എണ്ണാനുള്ള കാരണം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. ഇപ്പൊ ഈ ഖാദിർ എന്ന് പറഞ്ഞപ്പോ സൃഷ്ടികൾക്ക് ഒരാൾക്കും ഇല്ലാത്ത കഴിവ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ പാപം പൊറുക്കുക അല്ലെങ്കിൽ സ്വർഗത്ത് പോവുക, നരകത്തിന് രക്ഷപ്പെടുത്തുക, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം പ്രാർത്ഥനയുടെ പരിധി വരുന്നൊരവസ്ഥ വരില്ലേ? ഇപ്പോൾ ഓരോ ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് കഴിയില്ലെങ്കിൽ വേറെ സൃഷ്ടി കഴിയുന്ന കാര്യമായിരിക്കും. ഇപ്പോൾ എനിക്ക് കഴിയാത്തൊരു കാര്യം ഒരു പക്ഷേ ജിന്നിന് കഴിഞ്ഞേക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാധാരണ ചോദിക്കാറുള്ള പോലെ ഒരു കാറ്റിലും കോളിലും പെട്ട് ഒരു ബോട്ട്, ആ ബോട്ടിലൊരാൾ പിന്നെ ചോദിക്കുകയാണ് എന്നെ രക്ഷപ്പെടുത്തുന്നത് ചോദിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ജിന്നിന് കഴിയുന്ന കഴിവായിരിക്കാം, പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്നും പ്രാർത്ഥന വരാത്തൊരവസ്ഥ വരില്ലേ? അല്ല, അതായത് ഖാദിർ എന്ന് പറഞ്ഞാൽ ഇവിടെ സഹായങ്ങൾ 2 തരത്തിലാണ് മൊത്തത്തിൽ ലോകത്ത് അല്ലാഹു തആല സംവിധാനിച്ചത്. ഒന്ന്, സൃഷ്ടികളെ കരങ്ങളാൽ നടപ്പാക്കൽ പതിവുള്ള കാര്യങ്ങൾ, അതാണ് നമ്മൾ ഖാദിർ എന്ന ഗണത്തിൽ പെടുത്തുന്നത്. അത് മനുഷ്യന്മാരെ കൈക്ക് നടപ്പാക്കുന്ന കാര്യങ്ങൾ മനുഷ്യന്മാർ ചോദിക്കാം. അല്ലാത്ത സൃഷ്ടികൾ കഴിവുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. അതിന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ അനുവാദമുള്ള ഏതെല്ലാം സൃഷ്ടികളുണ്ടോ അതെല്ലാം നമുക്കവിടെ ഉപയോഗപ്പെടുത്താം. അപ്പൊ ഖാദിർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സൃഷ്ടികളെ കരങ്ങൾക്ക് നടപ്പാക്കൽ പതിവില്ലാത്തത്. അതാണ് നബവി ഇമാമൊക്കെ പറഞ്ഞത് ലം തജ്ൽ ആദത്തു ബിജറിയാനിഹ അലാ ഐദി ഖൽഖില്ലാ, സൃഷ്ടികളെ കരങ്ങളാൽ നടപ്പാക്കൽ പതിവില്ലാത്ത കാര്യങ്ങൾ. അവിടെ അദ്ദേഹം പറഞ്ഞ ഉദാഹരണമാണ് കത്വലബിൽ ഹിദായ, ഹിദായത്തിനെ തേടുക, വശിഫായിൽ മറദി, രോഗശമനത്തെ തേടുക. എന്നാൽ ആ രോഗശമനത്തിൽ തന്നെ 2 തരമുണ്ടല്ലോ. ഇപ്പൊ രോഗശമനത്തെ തേടുക എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറെ പോയിട്ട് ഡോക്ടറിന്റെ സുഖാക്കി തരണം എന്ന് പറയുമ്പോഴും ഇതിന് ആവശ്യപ്പെടുന്ന ശരിക്കും എന്തിനാണ്? ശിഫ തന്നെയാണ്. അത് എന്താണ്? ഖാദിറാണ്. ഏതർത്ഥത്തില്? സൃഷ്ടികളെ കൈക്ക് നടപ്പാക്കൽ പതിവുള്ള കാര്യമാണെന്ത്? രോഗം നിർണ്ണയിക്കലും അതിന് മരുന്ന് കണ്ടുപിടിക്കലും അത് നിശ്ചയിക്കലും അത് എഴുതി കൊടുക്കലും അത് വാങ്ങിക്കൊടുക്കലും എല്ലാം എന്താണ്? സൃഷ്ടികളെ കൈക്ക് നടപ്പാക്കലുള്ളതാണ്. എന്നാൽ അതിന് ഒരു സൃഷ്ടി അവലംബിക്കുമ്പോൾ അവിടെ ശിർക്ക് വരുന്നില്ല. അത് മനുഷ്യനെ അവലംബിച്ചാൽ അവൻ അനുവദിക്കപ്പെട്ട കാര്യമായി. ഇനി അല്ല, ചിലപ്പോൾ രോഗശമനത്തിന് വേണ്ടി മരുന്ന് കഴിക്കുന്നു, അത് സംഭവം നിശ്ചയിച്ചു, ആ സംഭവം ഉപയോഗപ്പെടുത്തുന്നു. അതേസമയം ഈ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ രോഗം സുഖപ്പെടുത്തുക അതാണ് റബ്ബ് ചെയ്യുന്നത്. അല്ലാഹു തആല ഒരാൾ രോഗം സുഖപ്പെടുത്താനാല് എന്താണ്? അള്ളാഹ്ക്ക് ഈ സംവിധാനങ്ങളോ ഈ ഭൗതികമായ സിസ്റ്റങ്ങളോ ഒന്നും ആവശ്യമില്ല. അത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്നതാണ്. അത് ഒരു ഡോക്ടറിൽ നിന്ന് പ്രതീക്ഷിച്ചാലും എന്തെന്നെയാണ്? ശിർക്ക് തന്നെയാണ്. ഒരു ഡോക്ടറെ പോയിട്ട് സുഖാക്കി തരണം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സംവിധാനം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പച്ചമരുന്നും കൂട്ടിക്കൊടുക്കുന്ന സിദ്ധന്മാരുണ്ടായിട്ടും നമ്മൾ എന്ത് പറയും? അങ്ങോട്ട് പോകാൻ പാടില്ല. ചിലപ്പോൾ മരുന്നും കൊടുക്കുന്നുണ്ടാവും, പക്ഷെ മനുഷ്യന്മാരെ പോകുന്നത് ആ മരുന്ന് ഉദ്ദേശിച്ചല്ല. അയാൾ വാക്ക് കിട്ടിയാൽ മതി,
അയാളൊന്ന് തടവിയാ മതി, അയാൾ നോക്കിയാ മതി, എന്നാ എന്റെ പ്രശ്നം തീരും. അവിടെ എന്താണ് ഈ പറഞ്ഞ മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ വകുപ്പിലേക്ക് അത് മാറുന്നു. ഇനി ഹിദായത്ത് ചോദിക്കുക, അതിലുമുണ്ടല്ലോ രണ്ട് തരം. ഖുർആൻ അല്ലാഹു നബിയോട് പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, താങ്കൾ ഉദ്ദേശിച്ചവരെ താങ്കൾക്ക് ഹിദായത്താക്കാൻ കഴിയില്ല. അതേ ഖുർആനിൽ ഇന്നക ലാ തഹ്ദി ഇലാ സിറാത്തിൽ മുസ്തഖീം, നബിയെ താങ്കൾ സിറാത്തുൽ മുസ്തഖീമിലേക്കാണ് ഹിദായത്താക്കുന്നത്, വഴി കാണിക്കുന്നത്. അപ്പൊ രണ്ട് ഹിദായത്തുണ്ട്. ഒന്ന് വഴി കാണിക്കുക എന്ന അർത്ഥത്തിൽ, ഹക്കും ബാത്തിലും തിരിയാതെ നിൽക്കുമ്പോൾ ഇതാണ് ഹക്ക്, ഇത് ഹക്കല്ല എന്ന് പറഞ്ഞു കൊടുക്കൽ, അത് ശരിക്കും എന്താണ്? ഒരു ഹിദായത്താണ്. ഹിദായത്തുൽ ദലാല എന്നോ ഇർഷാദ് എന്നൊക്കെ സാങ്കേതികമായി പ്രയോഗിക്കുന്നു. എന്നാൽ ആ ശരിയായ വഴിയിലേക്ക് തന്നെ കൽബിന് എന്ത് ചെയ്യാ, അത് കേറാൻ തൗഫീഖ് കിട്ടുക, അത് റബ്ബിൽ നിന്ന് മാത്രം കിട്ടേണ്ടതാണ്. അതേപോലെ അറിവ് പഠിക്കുക, നബി പറഞ്ഞ മറ്റൊരു ഉദാഹരണമാണത്. ഇത് രണ്ടു തരമുണ്ടല്ലോ. ഒരാൾക്ക് അറിയാത്ത കാര്യം പഠിപ്പിച്ചു കൊടുക്കുക, അത് പലർക്കും പറ്റും. അത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമല്ല, പടപ്പുകളെ കൈക്ക് നടപ്പാക്കുന്നതാണ്. എന്നാ ഒരാൾ എത്ര പറഞ്ഞെടുത്തിട്ടും ഓനത് മനസ്സിലാകുന്നില്ല, ഇതൊന്ന് മനസ്സിലാക്കി തരണേ, ഇതൊന്ന് മനസ്സിലാക്കി തരണേ എന്ന് പറയുമ്പോൾ ആ മനസ്സിൽ അത് സന്നിവേശിപ്പിക്കൽ അത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. പറഞ്ഞെടുക്കാൻ അവന് കഴിയും. എന്ന പോലെ എല്ലാ രംഗത്തും ഈ രണ്ടെണ്ണമുണ്ട്. അപ്പൊ സാധാരണ ഒരു കാര്യത്തിൽ, ഒരു ഭൗതികമായ കാര്യത്തിൽ പോലും രണ്ടു വഴിക്ക് എന്ത് ചെയ്യാം, അതിലെ ഗുണം പ്രതീക്ഷിക്കാം. കാര്യം ഭൗതികമായിരിക്കാം. ഇപ്പൊ വിശപ്പ്, ഇത് വിശപ്പ് മാറ്റണേ. അപ്പൊ അള്ളാഹിനെ കുറിച്ച് ഇബ്രാഹിം നബി പറഞ്ഞതാണ്, വല്ലദീ യുത്ഇമുനി വയസ്ഖീൻ, അള്ളയാണ് എനിക്ക് ഭക്ഷണം നൽകുന്നവൻ, അള്ളയാണ് വെള്ളം നൽകുന്നവൻ. അതിനർത്ഥം ഒരാൾ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക എന്നല്ല. അള്ള എനിക്ക് ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്റെ വീട്ടിൽ എത്തിച്ചിരുന്നു എന്നുമല്ല. രണ്ടും രണ്ടാണ്. ഇവൻ ഒരു മനുഷ്യൻ ഭക്ഷണം നൽകുന്നു എന്ന് പറഞ്ഞു, അള്ള എനിക്ക് ഭക്ഷണം നൽകുന്നു എന്ന് പറഞ്ഞു, രണ്ടും രണ്ടാണല്ലോ. ഭൗതികമായ സംഗതി രണ്ട് വഴിയിൽ കിട്ടാം. ഒന്ന് ഭൗതികമായ വഴിയിൽ കിട്ടാം, അതാണ് സൃഷ്ടികൾക്ക് കഴിയുന്നത്. മറ്റൊന്ന് അഭൗതിക വഴിയിൽ കിട്ടാം, അത് റബ്ബിന് മാത്രമേ കഴിയൂ. അതാണ് മറിയം ബീവി കിട്ടിയത്. മറിയം ബീവിക്ക് കിട്ടിയത് എന്താണ്? കടയിൽ പോയിട്ട് വാങ്ങിക്കൊടുത്തതല്ല. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ, സക്കരിയ നബി അവിടെ കടന്നു വരുമ്പോഴെല്ലാം അവിടെ ഭക്ഷണം കാണുന്നു. ഇത് എവിടുന്നാ കിട്ടുന്നത്? ഹുവ മിൻ ഇൻദില്ലാ, ഇത് റബ്ബിൽ നിന്നാണ്. അത് അഭൗതിക വഴിയിലാണ്. അപ്പൊ ഭൗതികമായ കാര്യം തന്നെ രണ്ട് വഴിയിൽ വരും. ഒന്ന് ഭൗതിക വഴിയിൽ, അതിന് അള്ളാഹ് പല സൃഷ്ടികളെയും പല രൂപത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. മറ്റൊന്ന് അഭൗതിക വഴിയിൽ വരും, അത് റബ്ബിൽ നിന്ന് മാത്രമേ കിട്ടാൻ വകുപ്പുള്ളൂ. അതാണ് ഈ ഭൗതിക വഴിയിൽ കിട്ടുന്ന രീതി, അതാണ് ഖാദിർ, ഖുദ്റത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ലാത്ത വഴി അതാണ് മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹ്ക്കല്ലാതെ കഴിയാത്തത്. അതാണ് നമ്മൾ മലയാളത്തിൽ ഭൗതികം അഭൗതികം എന്ന് പറഞ്ഞത്. അതാണ് അഭൗതിക വഴിയിൽ ചോദിച്ചാൽ ശിർക്ക്, ഭൗതിക വഴിയിൽ ചോദിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞത്. അപ്പൊ ഏത് സൃഷ്ടിയും അതിന്റെ കഴിവിൽപ്പെട്ട കാര്യം ചെയ്യട്ടെ എന്ന നിലക്കാണ് ചോദ്യമെങ്കിൽ അതിന് ശിർക്ക് എന്ന് പറയില്ല, അത് ആരാധന എന്നും പറയില്ല. അതില് അനുവദിക്കപ്പെട്ടുണ്ടാവും, അനുവദിക്കപ്പെടാത്തതുണ്ടാവും. അനുവദിക്കപ്പെട്ടത് നമുക്ക് ഉപയോഗപ്പെടുത്താം, അല്ലാത്തത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് വകുപ്പില്ല. ജിന്ന് വിഷയത്തിൽ നമുക്ക് ഒന്നും അനുവദിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ചോദിക്കാനൊട്ട് വകുപ്പുമില്ല. ഇതാണ് അതിന്റെ ഒരു വൽഹാസിൽ. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനില് ഇപ്പൊ അതായത് മറ്റേ ഒരു കാറ്റിലും കോളിലും പെട്ട ഒരു ബോട്ടിലുള്ള ആളെ കഥ, ഒരു ഇമാജിനറി കഥ. കേട്ടില്ല. ഒരു കാറ്റിലും കോളിലും പെട്ട ഒരു ബോട്ടിൽ അകപ്പെട്ട ഒരാള്, അദ്ദേഹം പിന്നെ ചോദിക്കാൻ അവിടെ പരിസരത്തുള്ള ഒരു ജിന്ന് കേൾക്കുകയാണെങ്കിൽ കേട്ടോട്ടെ, സഹായിക്കുകയാണെങ്കിൽ സഹായിക്കട്ടെ എന്ന് കരുതിയിട്ട് വിളിക്കുകയാണെങ്കിൽ ആ വിളി പിന്നെ കേൾക്കുന്ന ജിന്ന്, ആ ജിന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഈ കാതിനെ പറ്റി പറഞ്ഞപ്പോൾ സൃഷ്ടികളുടെ കരങ്ങളിലൂടെ നടപ്പാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ ഒരു കാര്യത്തില് ഒരു സൃഷ്ടിയുടെ പിന്നെ കരങ്ങളിലെയും ഈ കാര്യം നടപ്പാക്കുന്നതായിട്ട് നമുക്കറിയില്ലല്ലോ. അപ്പൊ അത് ഈ കാര്യം ചോദിച്ചപ്പോ ഒരു പണ്ഡിതൻ പറഞ്ഞ അത് ശിർക്കല്ല എന്നാണ്. എന്താ മൗലവി എങ്ങനെയാണ് പറയുന്നത് അറിയുന്നത്? അല്ല, അത് ബോട്ട് കയറിയാലും ബോട്ട് കാറ്റിപ്പെട്ടാലും പെട്ടില്ലെങ്കിലും ലോകത്ത് മൊത്തമുള്ള പൊതുവായ നിയമമാണ് ഈ പറഞ്ഞത്. ലോകത്ത് ഒരാളുടെ വായിന്ന് വരുന്ന ഖൽബിന്ന് വരുന്ന ദുആ ആകുന്ന ഏത് വിളിയും ആ വിളിക്കെല്ലാമുള്ള മാനദണ്ഡം എന്ത്? അവിടെയാണ് ഈ പറഞ്ഞ ഹയ്യും ഹാദിറും ഖാദിറും വിശദീകരിക്കപ്പെട്ടത്. അത് ഈ കടലിലേക്ക് പോയപ്പോഴേക്ക് അതിന് വേറെ മാനദണ്ഡം, ഇപ്പുറത്ത് വേറെ മാനദണ്ഡം എന്നൊന്നും ഇല്ല. രക്ഷിക്കണേ എന്നൊരാൾ പറയുമ്പോൾ, ഒരു ബോട്ട് മുങ്ങാൻ പോകുമ്പോ ഒരാൾ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ഏത് അർത്ഥത്തിലുള്ള രക്ഷയാണ് അയാൾ പ്രതീക്ഷിക്കുന്നത്? ഒരു പക്ഷേ ബോട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് കരക്ക് കയറുക എന്ന സംഗതി ഒരു ഭൗതികമായ കാര്യമാണ്. ഈ ഭൗതിക കാര്യവും നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ രണ്ട് വഴിയിൽ ഒരാൾക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ രോഗശമനം രണ്ട് വഴിക്കുണ്ട് എന്ന് പറഞ്ഞു.
ദാഹശമനം 2 വഴിക്കുണ്ട് എന്ന് പറഞ്ഞു, വിശപ്പെന്നുള്ള ശമനം 2 വഴിക്കുണ്ട് എന്ന് പറഞ്ഞു, ഹിദായത്ത് 2 വഴിക്കുണ്ട് എന്ന് പറഞ്ഞു, ഇൽമ് പഠിയൽ 2 വഴിക്കുണ്ട് എന്ന് പറഞ്ഞു. എന്നതുപോലെ ഒരു പുഴയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതും 2 വഴിക്കുണ്ട്. ആവശ്യം എന്താണ്? ഭൗതികമായ കാര്യമാണ്. വെള്ളത്തിൽ മുങ്ങി മരിക്കാതെ കരയ്ക്കെത്തണം, ഈ ഭൗതികമായ കാര്യമാണ്. ഈ കാര്യം 2 വഴിയിൽ ഒരാൾക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെ? പുഴയ്ക്ക് ഇറങ്ങി വന്ന് കൈ പിടിച്ച് എന്നെ പിടിച്ചു വലിച്ച് കരക്ക് കൊണ്ടുപോയി കയറ്റും എന്ന വിശ്വാസമാണോ? ആ വിശ്വാസം അപകടമുള്ള വിശ്വാസമല്ല, ആ വിശ്വാസം ശിർക്കല്ല. ആ അടിസ്ഥാനത്തിലുള്ള ചോദ്യമാണോ? ആ ചോദ്യം പ്രാർത്ഥനയല്ല. അത് മനുഷ്യനോടാണോ? അനുവദിക്കപ്പെട്ട കാര്യമാണ്. ജിന്നിനോടാണോ? അനുവദിക്കപ്പെട്ട കാര്യമല്ല. ഇനി ഭൗതിക വഴിക്കല്ല അവൻ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ആ വിശ്വാസം ശിർക്കാണ്. പുഴയിൽ മുങ്ങുമ്പോ മൊഹീദ്ദീൻ ശൈഖ് കരക്കുണ്ടെങ്കിൽ സഹായിക്കട്ടെ എന്ന് വിശ്വസിച്ചിട്ടാണ് അയാൾ ചോദിക്കുന്നതെങ്കിൽ ആ വിശ്വാസം തന്നെ ശിർക്കാണ്, ചോദ്യവും ശിർക്കാണ്. എന്നാൽ മാതാമൃതാനന്ദമായി കരക്ക് നിൽക്കുന്നു, നോക്കി കണ്ടു നിൽക്കുകയാണ്. അമ്മയെ രക്ഷിക്കണേ എന്നിവൻ പറഞ്ഞു. 2 വഴിക്കാകാം. ഒരു വയസ്സായ സ്ത്രീ, അതുകൊണ്ട് എന്റെ അമ്മനെ പ്രായമുണ്ട്, അതുകൊണ്ടാണ് അമ്മയെന്ന് വിളിച്ചത് എങ്കിൽ, ഒരു പെണ്ണായാലും വേണ്ടില്ല, വയസ്സായാലും വേണ്ടില്ല, പുഴയ്ക്ക് ചാടി നീന്തിക്കൊണ്ടുപോകും എന്ന അർത്ഥത്തിനുമാണെങ്കിലോ ഓൻ ആ വിശ്വാസം തകരാറുള്ളതല്ല. ആ ചോദ്യം അഭൗതികമല്ല, ആ ചോദ്യം പ്രാർത്ഥനയല്ല. എന്നാൽ ഈ അമ്മയെ അമ്മയായി കാണുന്ന, ദൈവമായി കാണുന്ന ആ നിലയ്ക്ക് വിശ്വാസം അവരിൽ അർപ്പിക്കുന്ന ഒരു ഭക്തനാണ് അമ്മയെ രക്ഷിക്കാൻ പറഞ്ഞെങ്കിലോ ഓരോ വിശ്വാസം തന്നെ ശിർക്കാണ്, ഈ ചോദ്യം പ്രാർത്ഥനയുമാണ്. അപ്പൊ ആവശ്യം ഭൗതികമാണെങ്കിലും ഭൗതികമായ ആവശ്യം ഭൗതിക വഴിയിൽ നേടാനാണെങ്കിൽ അത് ദുആ എന്നോ പ്രാർത്ഥനയെന്നോ പറയില്ല. ഭൗതിക വഴിക്കല്ല അവൻ പ്രതീക്ഷിക്കുന്നെങ്കിൽ അവന്റെ വിശ്വാസം തന്നെ ശിർക്കാണ്. ആ അടിസ്ഥാനത്തിൽ ചോദിക്കുന്ന ചോദ്യവും പ്രാർത്ഥനയായി മാറും. അത് എല്ലാ സ്ഥലത്തേക്കും ഒരേപോലെ പ്രയോഗിക്കാവുന്ന പൊതുവായ ഒരു തത്വമാണ്. ശ്രദ്ധിക്കുക, നമ്മൾ 11:30 വരെയാണ് നമ്മൾ സമയം കൊടുത്തിട്ട്. നമ്മൾ ഒരു വീട്ടിലാണ്, ആ വീട്ടുകാർക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അടുത്ത വീടുണ്ട്. ഇനി ഷമീലിനെ അടുത്ത ചാൻസ് ചോദിക്കുക എന്നുള്ളതാണ്. ഒറ്റ ചോദ്യം കൂടി ഒന്ന് ചോദിച്ച് പെട്ടെന്ന് റമത്താ കൈമാറും. ജമീലിനെ കൂടുതൽ പരിഗണിക്കുക, കാരണം മൂപ്പര് കക്കാട് സ്വദേശിയാണ്, ഈ കരിമ്പൽ പള്ളിയിൽ അടുത്ത് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് കൂടുതൽ അവസരം കൊടുക്കാനുള്ള കാരണം അതുകൊണ്ട് സൂചിപ്പിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞ വിഷയമായിട്ട് ബന്ധമില്ലാത്തതാണ്, എന്നാൽ ഇപ്പോൾ ചർച്ചയുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ ഈ ജിന്ന് ചികിത്സയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ അടിച്ചറിക്കൽ ചികിത്സക്ക് ഇസ്ലാമിൽ വല്ല അടിസ്ഥാനമുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ മുന്നോട്ട് വരും, കാരണം ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അതിന് അടിസ്ഥാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് ചെയ്യാലോ. അതായത് ഈ ജിന്ന് ചികിത്സക്ക് ഈ രൂപത്തിൽ, ഇന്ന് പറയുന്ന രൂപത്തിലുള്ള റുക്കിയ ഓക്കെ, ഖുർആൻ അതുപോലെ പ്രാർത്ഥനകളൊക്കെ, ഈ അടിച്ചികിത്സക്ക് വല്ല അടിസ്ഥാനം? അടിച്ചിറക്കുക എന്ന സംവിധാനം സാധാരണഗതിയിൽ ഇറക്കേണ്ടി വരില്ല. എപ്പോഴാണ്? സാധനം കേറുമ്പോഴാണ്. അപ്പൊ കേരളുണ്ട് എന്ന കാര്യത്തില് ജമിയത്തുമ്മക്കും KNM-നും തർക്കമില്ല. അത് നമ്മളെല്ലാരും ഐക്യകണ്ഠ ഇത്തിഫാക്കായ കാര്യമാണ് കേറുന്നുള്ളത്. അപ്പൊ കേറിയാ പിന്നെ എന്തായാലും ഇറക്കൽ ആവശ്യമാണ്. കേറി അവിടെ മുന്നോട്ട് വരാൻ പറ്റുന്നല്ലോ. അപ്പൊ ഇറക്കാനുള്ള മാർഗം എന്ത്? പ്രമാണങ്ങൾ നമുക്കിവിടെ പഠിപ്പിക്കപ്പെട്ട കാര്യം എന്താണ്? റുഖിയയാണ്, മന്ത്രമാണ്. അവിടെ അടിച്ചറക്കൽ എന്ന സിസ്റ്റം ഖുർആനിലോ ഹദീസിലോ നമുക്ക് മാതൃക അതിൽ വന്നിട്ടില്ല. അങ്ങനത്തെ സംവിധാനം അതിൽ ഇല്ല. അതുകൊണ്ട് ആ വഴി സ്വീകാര്യവും അല്ല. പിന്നെ ഒരു ചികിത്സയുടെ ഭാഗമായി ഇങ്ങനെ ആയത്തുമതില്ലാത്ത ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന ചർച്ച പണ്ട് ലോകത്തുണ്ട്. ഇപ്പൊ ചികിത്സന്റെ വിഷയത്തിൽ എല്ലാത്തിനും ആയത്തുമതിസും വേണോ? ഇപ്പൊ ഒരാള് ഒരു സ്ഥലത്ത് പോയി പിന്നെ വീണു, ഒരു മുറിവായി, അയാള് കണ്ടൊരു ഇല എടുത്തിട്ടൊന്ന് വഴുതിയിട്ട് മുറിവ് മട്ടു, കുറച്ച് കഴിഞ്ഞപ്പോ മുറിവ് അങ്ങോട്ട് ഉണങ്ങി. ഇതിന് ആയത്തുമതിസ് ആവശ്യമുണ്ടോ ചോദിച്ചാല് ഇല്ലല്ലോ. അയാൾക്ക് വേണ്ടി വേറെ ആൾ എന്ത് പറയാ, എടാ ഈ ഇല ഔഷധമുള്ള ഇല കേട്ടോ, എന്റെ മുറിവായിട്ടപ്പോ മാറി എന്ന് ഓന് പറയും ചെയ്യാം. അപ്പൊ ചികിത്സ എന്ന തലത്തിൽ ആ വകുപ്പിലേക്ക് അതിനെ കണ്ടവർ പണ്ട് ലോകത്തുണ്ട്. അതുകൊണ്ട് ആ കൃത്യമായി വന്നിടത്ത് മാത്രം നിന്നോളം എന്നില്ല എന്ന് അവര് പറയുന്നു. അതേസമയം ഇത് കേവലം ഒരു ചികിത്സയല്ലല്ലോ, മതപരമായ മാനമുള്ള പ്രത്യേകിച്ച് റുഖിയ മന്ത്രത്തിലേതായിരുന്നാലും എന്ത് പറ്റൂല, ഈ അനുഭവം പറ്റില്ല. ചികിത്സയിൽ പൊതുവെ എന്തെയും അനുഭവം പറ്റും, മന്ത്രത്തിൽ അനുഭവം പറ്റില്ല. ഒരാള് എന്തെയാണ്, ഒരു മുറിവായി, ഓൻ 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ മുറി സുഖമായി. എന്നാ ഓൻ അടുത്തേക്ക് പറഞ്ഞെടുക്കാൻ പറ്റുമോ? മുറി ആയാല് 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് ബിദ്അത്താവും. അപ്പം ദിക്റുകൾ, ദുആകൾ, മന്ത്രങ്ങൾ ഇതിലെല്ലാം പ്രമാണങ്ങൾ അനിവാര്യമാണ്. ചികിത്സ എന്ന പൊതുതത്വത്തിൽ പ്രമാണം വേണമെന്നില്ല. ഇപ്പൊ കരിഞ്ചീരകം, ഉള്ളി, ഇതിനെല്ലാം മേന്മ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിനർത്ഥം ഹദീസിൽ വന്ന ഉള്ളിയും കരിഞ്ചീരകവും ആ സമാനമായ സാധനം മാത്രമേ ഉപയോഗിക്കാവൂ എന്നല്ലല്ലോ. ആയുർവേദ തത്വത്തില്
ഒരുപാട് സംഗതികൾ ഇതിൽ ഔഷധ വീര്യമുള്ളതായി തെളിയിക്കപ്പെട്ടു, അതൊക്കെ ഉപയോഗപ്പെടുത്താം. ഇവിടെ റുഖിയ്യ ശർഇയ്യ എന്ന് പറയുമ്പോൾ ചികിത്സയുമായി ബന്ധമുണ്ട്, എന്നാൽ ഇബാദത്തുമായും ബന്ധമുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇവിടെ ഏറ്റവും സ്വീകാര്യയോഗ്യമായ പ്രബലമായ പ്രാമാണികമായ അഭിപ്രായം നബിയിൽ നിന്ന് സ്വഹാബത്തിൽ നിന്നൊക്കെ ആ വിഷയത്തിൽ നമുക്കെന്തു മാതൃക കിട്ടിയോ ആ മാതൃക മാത്രമേ നമുക്ക് അവലംബിക്കാവൂ. അതിൽ അടിച്ചടക്കുക എന്ന സംവിധാനം വന്നിട്ടില്ല. അതുകൊണ്ട് ആ സംവിധാനം നമുക്ക് ഉപയോഗപ്പെടുത്താവതും അല്ല എന്നാണ് അതിൽ നാം പൊതുവെ സ്വീകരിച്ച ഒരു നയം. അല്ലാത്ത ചർച്ചകൾ പണ്ട് ലോകത്തുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ പ്രാമാണികമായ പ്രബലമായ പ്രമാണങ്ങളോട് യോജിക്കുന്ന രീതി ഈ വിഷയത്തിൽ അതാണ്. ഞാൻ സിഹറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സിഹറിനെ കുറിച്ച് ഒരു പുസ്തകം വായിക്കാനിടയായി. അതിൽ 2 തരത്തിലുള്ള ഹദീസുകൾ കണ്ടു. ഒന്ന് റസൂലിന് സിഹർ വായിച്ചു എന്ന് പറയുന്ന 2 ഹദീസ് കണ്ടു. പിന്നെ വേറൊരു ഹദീസ് കണ്ടു, ഇമാം മുഹമ്മദ് ധരിച്ച സിഹറിന്റെ യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ജന്ന എന്നുള്ള ഒരു ഹദീസും കണ്ട്. അപ്പൊ ഈ 2 ഹദീസും തമ്മിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇമാം മുഹമ്മദിന്റെ ഹദീസിൽ വന്നത് മുസദ്ദിഖും ബിസ്സിഹർ എന്ന പ്രയോഗമാണ്. സിഹിറിനെ സത്യപ്പെടുത്തുന്നവൻ അവന് സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നുണ്ട്. അതേസമയം സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന കാര്യം അഹ്ലുസുന്ന ഐക്യകണ്ഠേന അല്ലാഹു റസൂലിന്റെ കാലം മുതൽ ഇന്നുവരെയും തർക്കമില്ലാതെ സ്വീകരിച്ചു പോന്ന വസ്തുതയുമാണ്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നു? യാഥാർത്ഥ്യമുണ്ട് എന്ന് ഇമാം ബുഖാരി, മുസ്ലിം അടക്കമുള്ള ഉദ്ധരിച്ച ധാരാളം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. നബി തങ്ങളുടെ വിഷയത്തിൽ പോലും അത്തരം ചില സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നു. സാഹിറിനെ കുറിച്ച് ഖുർആന് പോലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവന്റെ പല കാര്യങ്ങളെ പറ്റിയും ഖുർആൻ ഹദീസും പരാമർശിച്ചിട്ടുണ്ട്. എങ്കിൽ മുസദ്ദിഖും ബിസ്സിഹിർ, സിഹിറിനെ സത്യപ്പെടുത്തുന്നവൻ എന്ന് പറഞ്ഞാൽ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ എന്ന അർത്ഥത്തിലല്ല അതിനെ പണ്ഡിതന്മാർ വീക്ഷിച്ചത്. മറിച്ച് സിഹിർ ചെയ്യാമെന്നോ ചെയ്യിക്കാമെന്നോ അത് തകരാറുള്ള കാര്യമല്ല എന്നോ ഒക്കെ വിശ്വസിക്കുന്ന വിശ്വാസത്തെയാണ് മുസദ്ദിഖും ബിസ്സിഹിർ, അവനാണ് സ്വർഗ്ഗം ഹറാം എന്ന് പറഞ്ഞത്. കാരണം വൻപാപങ്ങളിൽപ്പെട്ടതാണ്, ഷിർക്കുമായി വളരെ അടുത്ത് ബന്ധമുള്ള, പലപ്പോഴും ഷിർക്ക് കടന്നു വരുന്ന ഷിർക്കിന്റെ ഒരു ഭാഗം തന്നെയായ സംഗതി കൂടിയാണ് സിഹിർ. അതൊരു വലിയ കാര്യമായും അത് ചെയ്യാൻ പറ്റിയ സംഗതിയായും ചെയ്യിക്കാൻ പറ്റിയ സംഗതിയായും ഒക്കെ വിശ്വസിക്കുന്നുവെങ്കിൽ അത് ശരിയല്ല. ആ അർത്ഥത്തിൽ വേറെ ഹദീസും വന്നിട്ടുണ്ട്. നബി തങ്ങൾ തന്നെ പറഞ്ഞു, ലൈസ മിന്നാ മൻ സഹറ ഔ സുഹിറ ലഹു, സിഹിർ ചെയ്തവനും ചെയ്യിച്ചവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് തന്നെ നബി തങ്ങൾ പറഞ്ഞ ഹദീസ് വേറെ സ്വഹീഹായി വന്നിട്ടുമുണ്ട്. അപ്പൊ സിഹിർ ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല, ചെയ്യിക്കുന്നവനും നമ്മിൽപ്പെട്ടവനല്ല. ആ ഒരു തരത്തിലാണ് മുസദ്ദിഖും ബിസ്സിഹിർ എന്ന ഹദീസിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. മറ്റത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ധരിക്കുന്ന സ്ഥിരപ്പെട്ട കാര്യം തന്നെയാണ് സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത്. അത് അഹ്ലുസുന്ന ഐക്യകണ്ഠേന ഇക്കാലം വരെയും അംഗീകരിച്ചു പോന്നു. നമ്മളും KNM-ഉം KJ-യും തർക്കമില്ലാത്ത വിധം നമുക്ക് അയച്ച സർക്കുലറിൽ പോലും സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് തന്നെയാണ് KJU ആ വിഷയത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ജമിഅത്തുൽ പേരിൽ പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിലും അതുമായി ബന്ധപ്പെട്ട് അത്തരം പരാമർശം തന്നെ നമുക്ക് കാണാൻ കഴിയും. അവിടെയും പറഞ്ഞത് തന്നെയാണ് ഇതിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് തന്നെയാണ് ഇതിലും പറഞ്ഞത്. ഇതാ സിഹിറിനെ സംബന്ധിച്ച് കേരള ജമിഅത്തുൽ ഉലമ മുമ്പ് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതുമാണ്. സിഹിർ വൻപാപങ്ങൾ 2ാമത്തേതാണെന്നും അതിന് ഹഖീഖത്തുണ്ടെന്നുമാണ്. ഹഖീഖത്താണ് യാഥാർത്ഥ്യമുണ്ടെന്നുമാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. ഇത് പ്രമാണബദ്ധവുമാണ് എന്ന് ഈ പുസ്തകത്തിന്റെ 7ാമത്തെ പേജിലും വിശദീകരിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് റഹ്മത്തുള്ള ചെമ്മാടാണ്. എൻ്റെ ചോദ്യം, ഫൈസൽ മുസ്ലിയാർ പല പ്രഭാഷണങ്ങളും പല പരിപാടികളും കേട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ സംശയമല്ല, എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ ഒരു സംശയമാണ്. എന്നുവെച്ചാൽ ഇപ്പം യാ ആയുനി എന്ന ഈ ഒരു ദുർബലമായ ഹദീസ് കൊണ്ട് ഇത് മുമ്പും മുൻകാലത്തിലുള്ള നമ്മുടെ സലഫി പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഉമർ മൗലവി, അതേപോലെ തന്നെ 2002 സക്കരിയ സൊലായി പറഞ്ഞപ്പോഴൊന്നും തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാൽ 2007 ഇതൊരു വിഷയമായിട്ട് വരാനുള്ള കാരണം ഇതിലൊരു അജണ്ടയില്ലേ എന്നൊരു സംശയമാണ്. കാരണം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ചില നേരത്തോടെ പറഞ്ഞ ജിന്ന് ചികിത്സ, ഇപ്പം സക്കരിയ സലായുടെ ഒരു പ്രഭാഷണത്തിലുണ്ട്, അദ്ദേഹം ഒരാളെ ചികിത്സയ്ക്ക് വേണ്ടി ഒരാളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു.
അതുപോലെ തന്നെ നമ്മുടെ ചില ഇപ്പം ഹാരിസ് ഇബ്നു സലീമിനെ കുറിച്ചും മറ്റുള്ള കുറിച്ചൊക്കെ ഇതുപോലത്തെ ചില പരാമർശങ്ങൾ വരാറുണ്ട്. ഇവരൊക്കെ ജിന്ന് ചികിത്സ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ഈ ഒരു യുവനിര ഇതിങ്ങനെ ഒരു ജിന്ന് ചികിത്സയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ ഹദീസ് അതിൻ്റെ പിന്നെ ജിന്ന് അതുപോലെ തന്നെ മലക്ക് ഇതൊക്കെ ഭൗതികമാണ് എന്നുള്ള രൂപത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇത് കാന്തപുരം മറ്റേ മുടി കൊണ്ടുവന്നുകൊണ്ട് ഒരു ബിസിനസ് ഉണ്ടാക്കുന്ന പോലെ ഇവിടെ ഈ ഒരു ഹദീസ് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെയൊക്കെ പണ്ഡിതന്മാർ ഇപ്പോൾ കുറച്ച് ഈ പ്രസംഗിക്കുന്ന പണ്ഡിതന്മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് ഉണ്ടാവില്ല. അങ്ങനെയുള്ളോ പഴയ മാർക്കറ്റില്ലാത്ത പണ്ഡിതന്മാരൊക്കെ ഉള്ള ഇപ്പോൾ പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ അതുപോലെ ഇവർക്ക് ഇനി ഒരു ചികിത്സാ കേന്ദ്രമൊക്കെ ആയിട്ട് അവരുടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സമ്പ്രദായത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്നൊരു സംശയം സാധാരണ ജനങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ചർച്ചകളിൽ കുറേ പിന്നെ പണ്ഡിതന്മാരുടെ പിന്നെ അവരുടെ ഫത്വകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സാധാരണക്കാരനത് മനസ്സിലാവുന്നില്ല. സാധാരണക്കാരൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് മറ്റെന്തോ ഒരു ദുരുദ്ദേശത്തോടു കൂടി ഇതിനെ ഒരു പിന്നെ വരുമാന മാർഗമായിട്ട് ചില പണ്ഡിതന്മാർ ചില ആളുകൾ ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി ഈ ജിന്നൊക്കെ ഭൗതികമാണ് എന്ന് വരുന്നതോടുകൂടി ഈ ഇതുപോലെ ചികിത്സകൾക്കും അതുപോലെ തന്നെ ഇത്തരം സമ്പ്രദായങ്ങളിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോവുകയാണോ എന്നുള്ളൊരു സംശയം പൊതുജനങ്ങൾക്കുണ്ട്. ഇത് മാറ്റിക്കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിഷയം റഹ്മത്തൊക്കെ സൂചിപ്പിച്ച പോലെ മുൻകാലം മുതലേ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിട്ടും 2007 വരെ അതൊരു പ്രശ്നമല്ലായിരുന്നു. പിന്നെയാണ് പ്രശ്നമായി മാറിയത്. അപ്പൊ അത് പ്രശ്നമാക്കിയവർക്ക് അതിന് പിന്നിൽ അജണ്ടയുണ്ട് എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. അജണ്ട ഉണ്ട് എന്ന കാര്യം തീർച്ചയാണ്. അല്ലെങ്കിൽ മുമ്പേ ഇത് പ്രശ്നമാവേണ്ടതാണ്. മാത്രവുമല്ല, ഇപ്പോൾ അത് വിവാദമാക്കിയവർ, പ്രശ്നമാക്കി അവതരിപ്പിച്ചവർ, അവർ തന്നെയും ഇതേ നിലപാട് 2012 വരെ സ്വീകരിച്ചവരുമാണ്. പിന്നെ എന്താണ് അജണ്ട? യഥാർത്ഥത്തിൽ ആശങ്കപ്പെട്ടതുപോലെ ഇത് വെച്ച് ഒരു വരുമാന മാർഗമാക്കി മാറ്റാനുള്ള ഒരു അജണ്ട അല്ല, മറിച്ച് തിരിച്ചൊരു അജണ്ടയുണ്ട്. ഈ വക സംഗതികളൊന്നും ഇല്ല എന്ന് പറയാനും അത് ഹദീസ് അല്ല എവിടെ വന്നാലും സ്വീകാര്യമല്ല എന്ന് പറയാനുമുള്ള ഒരു താല്പര്യം പൊതുവെ ചില ആളുകളിൽ ഉണ്ട്. മടവൂരുകളിൽ നിന്നാണ് അത് പ്രചരിച്ചത്. അബ്ദുസ്സലാം സുല്ലമി ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അയാൾ ഒരു പുസ്തകം എഴുതി, തൗഹീദും നവയാഥാസ്ഥികയുടെ വ്യതിയാനവും എന്ന പേരിൽ. ആ പുസ്തകം ആരംഭിച്ചത് തന്നെ അദ്ദേഹം പറഞ്ഞു, അഭൗതികമായ വഴിയിൽ ഗുണവും ദോഷവും ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ശരിയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ജിന്നും മലക്കുകളും നമ്മെ സഹായിക്കുമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ തന്നെ ആ വിശ്വാസത്തിൽ ശിർക്കും കുഫ്റും സംഭവിച്ചു എന്നയാൾ പറഞ്ഞു. അത് പറഞ്ഞതുകൊണ്ട് അയാൾക്കുണ്ടായ ഒരു അപകടമായിരുന്നു ഒരുപാട് ഹദീസിൽ തള്ളേണ്ടി വന്നു എന്നുള്ളത്. കാരണം ജിന്നും മലക്കും സഹായിക്കും അല്ലെങ്കിൽ ഒരു ഉപദ്രവിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ചോദ്യം വന്നു, അങ്ങനെയാണെങ്കിൽ സിഹിറിൽ ശൈത്താൻ ഉപദ്രവമുണ്ടല്ലോ, സാഹിറിന് ശൈത്താന സഹായവുമുണ്ടല്ലോ, അത് അഭൗതികമാണോ? അപ്പൊ അയാൾ പറഞ്ഞു, അങ്ങനെ സഹായമില്ല, അങ്ങനെ ഉപദ്രവമില്ല. ഹദീസിലുണ്ടല്ലോ, എന്നാ ഹദീസ് സ്വഹിയല്ല. ബുഖാരിയിലുണ്ടല്ലോ, എന്നാലും സ്വീകാര്യമല്ല. ഖുർആനെതിരാണ്, തൗഹീദിനെതിരാണ്. അങ്ങനെയാണ് അബ്ദുസ്സലാം സുല്ലമി നമ്മളെ തിരുവേങ്ങാടിനെ പ്രസംഗിച്ചത് സ്വഹീഹ് ബുഖാരിയിലെ 60 ഹദീസ് ഞാൻ ദഈഫാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. കാരണം ഈ ഹദീസുകളൊക്കെ സ്വീകരിക്കുകയാണെങ്കിൽ അയാളുടെ വിശ്വാസപ്രകാരം തൗഹീദ് വിരുദ്ധമാണ്. അപ്പൊ ഒന്നുകിൽ തൗഹീദ് സ്വീകരിക്കുക, ഇത് തള്ളിക്കളയാം, അല്ലെങ്കിൽ ഇത് സ്വീകരിക്കുക, തൗഹീദ് വേണ്ടെന്ന് വെക്കുക. അപ്പൊ അയാൾ ഇത് തള്ളിക്കളഞ്ഞു. ആ പ്രവണതയാണ് ശരി എന്ന് വിശ്വസിച്ച കുറെ മനുഷ്യന്മാർ നമുക്കിടയിൽ ബാക്കിയുണ്ട്. അന്ന് അയാളെ കൂടെ പോകേണ്ടവർ പോകാതെ പല കാരണങ്ങളാൽ ഇവിടെ തന്നെ നിന്നവർ. ഓരോ വിശ്വാസപ്രകാരം സിഹിറൊന്നുമില്ല, കണ്ണേറൊന്നുമില്ല, അതേപോലെ റുഖിയൊന്നുമില്ല, ആ വക സംഗതി ഒന്നുമില്ല. അതിൽപ്പെട്ട ഒരാൾ ഒരു ക്ലാസ് പറഞ്ഞത്, നിങ്ങൾക്ക് ഒരാൾക്ക് അറ്റാക്ക് ആയി കഴിഞ്ഞാൽ അയാൾ ആയത്തുൽ കുർസി ഓതി ഇങ്ങനെ ഇരിക്കലാന്ന് വെച്ചത്. ആയത്തുൽ കുർസി സ്ഥിരപ്പെട്ടൊരു മന്ത്രമാണ്, അതിനെപ്പോലും പരിഹസിക്കുന്ന ശൈലി. അപ്പൊ ഈ വക ഹദീസ് നിഷേധ പ്രവണതകൾ നമ്മുടെ ഇടയിൽ തന്നെ വലിഞ്ഞു കയറി കൂടിയ ചില മനുഷ്യന്മാരെ വായിന്ന് വന്നപ്പോൾ ഇത് ശരിയല്ല, ഹദീസിൽ വന്നാൽ നമ്മൾ അംഗീകരിച്ചോളാം. നേരത്തെ നമ്മൾ വായിച്ചല്ലോ അമാനി മൗലവി പറഞ്ഞത്, ഇതൊക്കെ ഇല്ല എന്ന് പറയല് മൂഢന്മാരും വിഡ്ഢികളും അതേപോലെ മതവിജ്ഞാനമില്ലാത്തവരുമാണ് എന്ന് അമാനി മൗലവി എഴുതി വെച്ചതാണ് നമുക്ക് അവിടെ പറയേണ്ടി വന്നത്. ഇത് പറഞ്ഞപ്പോ തിരിച്ച് ഇങ്ങോട്ടിട്ടതാണ് എന്ത്, ബലിപ്പതൊക്കെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓർക്ക് ഇത് ലാഭം ഉണ്ടാവും, ഒരു സിഹിർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ ലാഭം ഉള്ളത്? ചെയ്യാനും പാടില്ല, ചെയ്യിക്കാനും പാടില്ല. ഞാനൊപ്പം പറഞ്ഞുകൊണ്ട് തരക്കില ചെയ്തോളി പറയുകയാണെങ്കിൽ നമുക്കും നാളെ പറ്റുന്ന ആ പണിയെടുക്കാനാണ്, അതിന് പൈസ ഉണ്ടാക്കാനാണ് എന്ന് വേണമെങ്കിൽ ആലോചിക്കാം. സിഹിർ യാഥാർത്ഥ്യമുണ്ട് പറയുന്ന അതേ സ്വരത്തിൽ തന്നെ അപ്പോൾ തന്നെ പറയുന്നു, സിഹിർ ചെയ്തോലും ചെയ്യിച്ചോലും നമ്മിൽ പെട്ടവരല്ല
എന്ന് പ്രത്യേകം പറയുന്നു. അപ്പൊ പിന്നെ ലാഭമില്ലല്ലോ. കണ്ണേറുണ്ട് എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് എന്താ ലാഭമുള്ളത്? ഇനി റുഖിയ മന്ത്രമുണ്ട് എന്ന് പറഞ്ഞിട്ടാണോ ലാഭമുള്ളത്? എന്തായാലും ലാഭമുള്ളത്? നമ്മൾ പറഞ്ഞെന്താ, നിങ്ങൾ മന്ത്രങ്ങൾ പഠിക്കുന്നത് എല്ലാം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നല്ല. നിങ്ങൾ പഠിക്കി, ഓരോരുത്തരും പഠിക്കി. ജീവിതത്തിൽ പാലിക്കുന്ന മന്ത്രങ്ങൾ അള്ളാഹും റസൂലും എന്തെല്ലാം പഠിപ്പിച്ചുവോ അതൊക്കെ പഠിക്കണം എന്നാ പറഞ്ഞത്. അത് ജീവിതത്തിൽ പാലിക്കണം. ഒരു ബുദ്ധിമുട്ടോ അസുഖം വരുമ്പോൾ മാത്രം പോരാ, എല്ലാ സമയത്തും അത്തരം മന്ത്രങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ തയ്യാറാകണം. സ്വയം അത് ചെയ്യണം. ഭാര്യമാരോ ഭർത്താക്കന്മാരോ ആപ്പയോ ഉമ്മയോ മക്കളോ ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തു കൊടുക്കാം. സുഹൃത്തുക്കളെ ഉപയോഗപ്പെടുത്താം, അവലംബിക്കാം എന്നാ പറഞ്ഞത്. അതൊരു ബിസിനസ്സാക്കി ലാഭമാക്കി അതൊരു ക്ലിനിക്ക് ഉണ്ടാക്കി ആ ഒരു ശൈലിയിലേക്ക് പോകാനും ശ്രമിക്കുന്നില്ല. അങ്ങനെയാണെങ്കിലും ഇത് അത്തരം ലാഭങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയാമായിരുന്നു. അതേസമയം റുഖിയ ശിർക്കിയ സമുദായത്തിലുണ്ട്. സിയാറത്ത് ഷിർക്കിയ ഉള്ളതുപോലെ ഷിർക്കിയായ റുഖിയ സമുദായത്തിലുണ്ട്. അപ്പൊ റുഖിയ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ആളുകൾ അതിന്റെ പിന്നാലെ പോകുന്നു. അസുഖം വന്നാൽ തങ്ങളെ പോയി കാണും, ബീവിയെ പോയി കാണും, സിദ്ധനെ പോയി കാണും, തങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കും. എന്റെ അസുഖം മാറിയെന്നും പറയും. ഇവൻ അതോടുകൂടി ആ തങ്ങളെ സ്വന്തം ആളായി മാറി. ഇവൻ കാലാകാലം ഷിർക്കിൽ പോയി പെടുന്നു. എന്തുകൊണ്ട് ഈ വഴി ഉണ്ടായി? ശരിയായ റുഖിയ അറിയാത്തത് കൊണ്ടാണ് ശിർക്കൻ റുഖിയായപ്പോഴും അതിന്റെ പിന്നാലെ പോയത്. അപ്പോൾ നമ്മൾ വേർതിരിച്ചു കൊടുക്കണം. ഏതുപോലെ ഖബർ ആരാധന പാടില്ല എന്ന് പറഞ്ഞ നമ്മൾ ഖബർ സിയാറത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. ഖബർ സിയാറത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ, അത് കുറച്ച് കഴിഞ്ഞ് കെ എം മൊയ്‌നിന്റെയും ഉമർ മൊയ്‌നിന്റെ ഒക്കെ ഖബറും ഇനി ഇതേപോലെ ആക്കിയിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ള പണിയാണ് എന്ന് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല. ആരും അങ്ങനെ ഉണ്ടാക്കിയിട്ടുമില്ല. എന്നാ ഖബർ ആരാധന സമൂഹത്തിലുണ്ട്, അങ്ങോട്ട് പോകാൻ പാടില്ല, സിയാറത്ത് ചെയ്തോളൂ. ദിക്ർ ഹൽക്കയുണ്ട്, അത് പാടില്ല എന്ന് പറഞ്ഞ നമ്മൾ ദിക്റുണ്ട് എന്ന് പറഞ്ഞു. ദിക്റുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ആർക്കും തോന്നിയില്ല. കുറച്ച് ഞാൻ മുജാഹിദ് പള്ളിക്കും തുടങ്ങും ഇങ്ങനെ ദിക്റും, അതിന് പ്രത്യേകം പൈസ മുസ്ലിം മുമ്പിൽ വെക്കുക, മൂപ്പ് ചൊല്ലി കൊടുക്കുക, മറ്റൊരു ഏറ്റു ചെല്ലുക.